അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ബ്ലോക്ക് 2 റീഡിംഗ് ഓൺ ക്ലാസിക്കൽ ടെക്സ്റ്റ് ഇൻ അറബിക്. ക്ലാസിക്കൽ ലിറ്ററേച്ചർ ടെക്സ്റ്റ്, അതുമായി ബന്ധപ്പെട്ട ഏരിയയാണ്. യൂണിറ്റ് 1 ആയാത്തും മിനൽ ഖുർആനിൽ കരീം, ഖുർആനിൽ നിന്നുള്ള വചനങ്ങൾ. അവിടെ അൽ ഖുർആനു കിതാബുല്ലാഹിൽ അസീസ് അല്ലദി അഅജസൽ ഫുസഹാ വൽ ബുലഗാ. ഖുർആൻ എന്നുള്ളത് അത്യുന്നതനായ അള്ളാഹുവിൻ്റെ കിതാബാണ്, ഗ്രന്ഥമാണ്. അല്ലതി എങ്ങനത്തെ അഅജസൽ ഫുസഹാ വൽ ബുലഗാ, സാഹിത്യ പടുക്കളെ അശക്തരാക്കി തീർത്ത. ഫസ്വീഹിൻ്റെ ജംആണ് ഫുസഹാ, ബലീഗിൻ്റെ ജംആണ് ബുലഗാ. ഇപ്പോൾ സാഹിത്യ സമ്പന്നരായിട്ടുള്ള പ്രഗത്ഭരായ സാഹിത്യകാരന്മാരെ പോലും അശക്തരാക്കി തീർക്കുന്ന അള്ളാഹുവിൻ്റെ ഗ്രന്ഥം. വഖദ് അൻസലഹുല്ലാഹു അലാ റസൂലിഹി മുഹമ്മദിൻ അലൈഹി സ്വലാത്തു വസ്സലാം. മുഹമ്മദ് സല്ലല്ലാഹു മേലാണ് അള്ളാഹു ആ ഗ്രന്ഥം ഇറക്കിയത്. ഹുദൻ വ ബുഷറ വ മൗഇലതൻ വ ദിക്റ, അത് സന്മാർഗമായി സന്തോഷവാർത്തയായി. വ മൗഇലതൻ വ ദിക്റ, സതുപദേശമായി ഉത്ബോധനമായി. വ ദഅവതൻ ഇലാ ഖൈരി അദ്ദുനിയ വൽ ആഖിറ, ഖൈറൈ അദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിൻ്റെയും പരലോകത്തിൻ്റെയും നന്മയിലേക്ക് ക്ഷണിക്കുന്നതായിട്ട്. ഫയതദമ്മനു ഉസൂലു ദീനില്ലാഹിൽ ഹനീഫ് അല്ലദി ജാഅ ലിയർസമ ലിന്നാസി നിദാമ ഹയാത്തിഹിം വലിയുഖീമൽ അലാഖാതി ബൈനഹും അലാ അസാസിൻ മിനൽ ഹഖ് വൽ അദിലി വൽ ഇഖാഇ. അപ്പോൾ ഈ ഒരു ഗ്രന്ഥം, ഇതിൽ അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാം, അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഉസൂൽ, അടിസ്ഥാനങ്ങൾ. ആ മതം ഏതാണ്? അല്ലദി ജാഅ ലിയർസമ ലിന്നാസി, ജനങ്ങൾക്ക് വരച്ച് കാണിക്കാനുള്ളതാണ്. നിളാമ ഹയാത്തിഹിം, അവരുടെ ജീവിതത്തിൻ്റെ സിസ്റ്റം, നിളാം. വൽ യുഖീമൽ അലാഖാതി ബൈനഹും, അവർക്കിടയിലുള്ള ബന്ധങ്ങളെ സ്ഥാപിക്കുവാൻ. അലാ അസാസിൻ, ഒരു ബേസിൻ്റെ അടിസ്ഥാനത്തിൽ. ഏതാണ് ബേസ്? മിനൽ ഹഖ് വൽ അദിലി വൽ ഇഖാഇ. ഹഖ് സത്യം, അദില് നീതി, ഇഖാ സാഹോദര്യം. ഈ ഒരു അടിസ്ഥാനത്തിലുള്ള ബന്ധങ്ങളെ കെട്ടിപ്പടുക്കാൻ, അങ്ങനെ ജീവിത വ്യവസ്ഥകളെ ക്രമപ്പെടുത്താൻ സഹായിക്കുന്ന അള്ളാഹുവിൻ്റെ മതം, അതിൻ്റെ എല്ലാ അസുലും ഉൾക്കൊള്ളുന്നതാണ് ഈ ഗ്രന്ഥം. വഖദ് ദഅ ഇലാ കസീരിൻ മിനൽ ഫദാഇലി, മാത്രമല്ല ആ ഗ്രന്ഥം ധാരാളം ധാർമ്മിക ഗുണങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. വ റസ്മി ഖുതൂത്തിൽ മുജ്തമഇ സ്വാലിഹ്, നല്ല ഒരു സമൂഹത്തിൻ്റെ എല്ലാവിധ പ്ലാനും വരച്ചു കൊടുക്കുന്നതുമാണ്, അതിലേക്കും ക്ഷണിക്കുന്നതാണ് ഈ ഗ്രന്ഥം. ഇനി അൽ ഖുർആൻ, ഖുർആൻ എന്നുള്ളത് അവ്വലു കിതാബിൻ ദുവ്വിന ഫിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയിൽ ക്രോഡീകരിക്കപ്പെട്ട ഒന്നാമത്തെ ഗ്രന്ഥമാണ്. വഹുവ മൻബഉൽ മആനി, ആശയങ്ങളുടെ ഉറവിടമാണ്. വൽ അസാലീബ്, ശൈലികളുടെയും. മഅന മആനി, ഉസ്ലൂബ്, അസാലീബ്. വൽ മആരിഫി, ഇൻഫർമേഷനുകളുടെയും. അല്ലതി ഷാഅത്ത് ഫിൽ അദബിൽ അറബി, അറബി ഭാഷയിൽ വ്യാപിച്ചു കിടക്കുന്ന അത്തരം വിജ്ഞാനങ്ങൾ, അറിവുകൾ, ആശയങ്ങൾ, ശൈലികൾ, ഇതിൻ്റെയൊക്കെ മെയിൻ സ്രോതസ്സാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. ഉസ്ലൂബുൽ ഖുർആനി ഉസ്ലൂബൻ ബദീഉൻ, ഖുർആനിൻ്റെ ശൈലി എന്നുള്ളത് അത്യാകർഷണീയമായ നൂതന ശൈലിയാണ്. ലാ അഹിദ ലിൽ ആദാനി വലാലിൽ അദ്ഹാനി ബിമിസ്ലിഹി, ചെവികൾക്ക് പരിചയമില്ലാത്ത, കാതുകൾക്ക് പരിചയമില്ലാത്ത, ആദാന് ഉദുനും ജമ ആദാന്, കാതുകൾ. വലാലിൽ അദ്ഹാനി, ബുദ്ധികൾക്കും പരിചയമില്ലാത്ത, ദിഹിന് അദ്ഹാന്, ബിമിസ്ലിഹി, ഇതുപോലത്തതൊന്ന്. ഫലാഹുവ ഷിഅറുൻ, അപ്പോൾ ഖുർആൻ എന്നുള്ളതൊരു കവിതയല്ല. വലാഹുവ നസറുൻ, അതൊരു ഗദ്യമല്ല. ഗദ്യം, പദ്യം, ഇത് രണ്ടാണല്ലോ സാഹിത്യത്തിൽ നമ്മൾ എണ്ണുക. ഇത് രണ്ടും അല്ലാത്തതാണ് ഖുർആൻ. വ ഇന്നമാ ഹുവ ആയാത്തുൻ മുഫസ്സല, അത് വ്യക്തമായ ആയത്തുകളാണ്. മുഫസ്സല എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു മുറിഞ്ഞു നിൽക്കുന്ന, ഒരായത്ത് കഴിയുമ്പോൾ സമാപനം ഉണ്ടാവും, ആ രൂപത്തിൽ. അതേപോലെ ഒന്നൊന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന. യസ്കുതു ഇൻദഹ സൗതു, ശബ്ദങ്ങളെല്ലാം അടങ്ങുന്നു അതിൻ്റെ അടുക്കൽ. വയസ്കുനു ഇൻദ സമാഇഹ ദിഹ്നു, കേൾക്കുന്നിടത്ത് കാതുകൾക്ക് സമാധാനം ലഭിക്കുന്നു. വയൻസജിമു ബിഹാ റൂഹുൽ ഖാരിഇ വ വിജ്ദാന്, വായനക്കാരൻ്റെ, പാരായണം ചെയ്യുന്നവൻ്റെ ആത്മാവും അവൻ്റെ ഹൃദയവുമെല്ലാം അതിൽ കീഴൊതുങ്ങുന്നു, അതിനോടൊത്ത് ഇണങ്ങിച്ചേരുന്നു. ആ നിലക്കുള്ള വ്യക്തമായ ആയത്തുകളാണ് യഥാർത്ഥത്തിൽ. ഷിഅറെന്നോ നസറെന്നോ പറയാൻ പറ്റൂല. വഹാദ മിമ്മ ഹയ്യറൽ അറബ്, ഇതാണ് അറബികളെ പരിഭ്രമിപ്പിച്ചത്. ഫി അംരിഹി, ആ ഖുർആൻ്റെ വിഷയത്തിൽ. വ അഅജസഹും അൻ, അഅജസ അൻ അശക്തരാക്കി തീർക്കുക.
അവരെ അശക്തരാക്കി തീർത്തത്. അനിൽ ഇത്തിയാനി ബിമിസ്ലിഹി, ഇതുപോലുള്ളതൊന്ന് കൊണ്ടുവരാൻ. അതാബി കൊണ്ടുവന്നു, ഇത്തിയാന് കൊണ്ടുവരൽ, ബി ഇത്തിയാനാണ് വരൽ എന്നാണ്, അതിൻ്റെ കൂടെ ബിനെ കൊണ്ടുവരൽ. അപ്പോൾ ഇത്തിയാനി ബി മിസ്ലിഹി, ഇതുപോലെയുള്ളതൊന്ന് കൊണ്ടുവരാനും. ഇന്നൽ ഖുർആന ഖൈറു ബയാനിൻ, ഏറ്റവും നല്ല വിവരണമാണ് ഖുർആൻ. വ അജ്മലു ഖൗലിൻ, ഏറ്റവും സുന്ദരമായ സംസാരമാണ്. വ അബ്ലഗു കലാമിൻ, സാഹിത്യസമ്പന്നമായ ഭാഷണമാണ്, സംസാരമാണ്. വഖദ് സ്വഖല ദൗഖൽ അദബി ലദൽ അറബ്, അറബികളുടെ അടുക്കലുള്ള സാഹിത്യ അഭിരുചിയെ പോളിഷ് ചെയ്തു ഖുർആൻ. സ്വഖല പോളിഷ് ചെയ്തു. വവഹബ ലിൽ അറബിയ്യ, അറബി ഭാഷയ്ക്ക് സമ്മാനിച്ചു ഖുലൂദഹ, അതിൻ്റെ ശാശ്വതത്വം. ഈ അറബി ഭാഷയിൽ ഒരിക്കലും നശിക്കൂല, ഖിയാമത്ത് നാൾ വരെ തകരൂല. കാരണം എന്താ? അത് ഈ ഖുർആനിനെ അള്ളാഹു ഏറ്റെടുത്തു, അന്ത്യദിനം വരെ ഏറ്റെടുത്തു. അപ്പോൾ അത് സ്വാഭാവികമായും അറബി ഭാഷയിലായതുകൊണ്ട് അറബി ഭാഷയും അവിടെ അവശേഷിക്കും. അറബി ഭാഷ മാത്രമല്ല, അപ്പോൾ ആ ഹുലൂദ് ആർക്കൊക്കെ കിട്ടി? ലിൽ അറബിയ, പിന്നെ വ ആദാബിഹ, അറബി സാഹിത്യത്തിന് ലഭിച്ചു. അതേപോലെ വ ജമാലിഹ, അതിൻ്റെയൊക്കെ ഭംഗിക്കും ഈ ശാശ്വതത്വം ലഭിച്ചിട്ടുണ്ട്. ഇനി ഡിസ്കഷൻ്റെ പാർട്ടിൽ വരുമ്പോൾ അൽ ഖുർആനും, അവിടെ ഖുർആനെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടെയുണ്ട്. പലപ്പോഴും പല PSC പരീക്ഷകളിലെ ഇൻ്റർവ്യൂവിനൊക്കെ ചോദിക്കാറുണ്ട്, ഖുർആനെ പറ്റി രണ്ട് കാര്യം പറയാൻ പറഞ്ഞാൽ ഇത് പറയാൻ നമുക്ക് പറ്റണം. അൽ ഖുർആനു കലാമുല്ലാഹ്, ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്, കലാം. വ മുഅ്ജിസത്തുൻ കുബ്റാ ലിന്നബിയ്യി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന പ്രവാചകന് ലഭിച്ച വലിയ മുഅ്ജിസത്താണ്. അതേപോലെ വൽ കിതാബു സമാവി അൽ അഖീർ, അവസാനത്തെ ദൈവിക ഗ്രന്ഥമാണ്. അൽ കിതാബു സമാവി, ദൈവിക ഗ്രന്ഥം. ബഅദ സബൂർ, സബൂർ കഴിഞ്ഞിട്ടുള്ള, വത്തൗറാത്തി, തൗറാത്ത് കഴിഞ്ഞിട്ടുള്ള, വൽ ഇഞ്ചീല്, ഇഞ്ചീലും കഴിഞ്ഞിട്ടുള്ള അവസാനത്തെ വേദഗ്രന്ഥവുമാണ്. അൻസലഹുല്ലാഹ്, അള്ളാഹു അതിനെ ഇറക്കി ബിവാസിതത്തിർ റൂഹിൽ ഖുദുസി, റൂഹുൽ ഖുദുസിൻ്റെ വാസിത്ത മുഖേന, വാസിത്തന മുഖേന എന്നാണ്, റൂഹുൽ ഖുദുസ് മുഖേന. റൂഹുൽ ഖുദുസ് എന്ന് പറഞ്ഞാൽ ആരാണ്? അൽ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം, മലക്ക് ജിബ്രീൽ എന്ന റൂഹുൽ ഖുദുസ് മുഖേന അള്ളാഹു അതിനെ ഇറക്കി. ഖിലാല 23 സന, 23 വർഷത്തിലൂടെ. 13 സനതൻ ഫി മക്ക, 13 വർഷം മക്കയിലും, അതും ഖബലൽ ഹിജ്റ, ഹിജ്റക്ക് മുമ്പ്. ഖബല ഹിജ്റത്തിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന, മദീനയിലേക്കുള്ള നബിയുടെ ഹിജ്റക്ക് മുമ്പ്. വ 10 സനവാതിൻ ബഅദൽ ഹിജ്റത്തി ഫിൽ മദീന, 10 വർഷം മദീനയിൽ ഹിജ്റ പോയ ശേഷവും. ഫസ്സുവറുല്ലതി നസലത്ത് ഖബലൽ ഹിജ്റ, ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയ സൂറത്തുകൾ. തുഅറഫു, അവ അറിയപ്പെടുന്നു. ബിസ്സുവർ അൽ മക്കിയ, മക്കിയായ സൂറത്തുകൾ എന്ന്. കമാ തുഅറഫു സുവർ അല്ലത്തി നസലത്ത് ബഅദൽ ഹിജ്റ, ഹിജ്റക്ക് ശേഷം ഇറങ്ങിയ സൂറത്തുകൾ അറിയപ്പെടുന്ന പോലെ. ബിസ്സുവർ അൽ മദനിയ, മദനിയായ സൂറത്തുകൾ എന്നറിയപ്പെടുന്ന പോലെ. സൂറത്തിൻ്റെ ജംആണ് സുവർ എന്ന് പറയുന്നത്. സൂറത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഭാഷയിൽ സൂറ എന്ന് പറയുന്നത് നമ്മൾ ഈ മതിലിന് പറയും, മതിൽക്കെട്ടിന് പറയും. ഖുർആനിലെ സൂറത്ത് എന്ന് പറഞ്ഞ ഒരു അധ്യായമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ അധ്യായം എന്ന് പേര് വന്നത്? അത് ഒരുപക്ഷെ ഒരു അധ്യായത്തിൻ്റെ അവസാനം കഴിഞ്ഞ് പിന്നെ അതിനെ പുതിയൊരു അധ്യായം തുടങ്ങുകയാണ്. നമ്മളൊരു സ്ഥലത്തെ മതിൽ കെട്ടി ഒതുക്കുന്ന പോലെ അല്ലെങ്കിൽ തിരിക്കുന്ന പോലെ എന്നൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അഅലം. എന്തായാലും സൂറ, ഖുർആനിലെ അധ്യായത്തിനാണ് സൂറത്ത് എന്ന് ഖുർആനിൽ പറയാം. അൻസല അല്ലാഹുൽ ഖുർആന ബിലിസാനിൻ അറബിയ്യിൻ മുബീനിൻ, വ്യക്തമായ അറബി ഭാഷയിലാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയത്. വലിനുസൂലിൽ ഖുർആനി തഅ്സീറുൻ ബാരിസുൻ ഫിൽ ലുഗത്തിൽ അറബിയ്യ, ഖുർആനിൻ്റെ വരവിന് അറബി ഭാഷയിൽ വ്യക്തമായ ചില സ്വാധീനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തഅ്സീറുൻ ബാരിസുൻ, പ്രകടമായ സ്വാധീനം. മിൻ ഹൈസു, ഒരു നിലക്ക്. അന്നഹു, അതെന്താണ്? അന്നഹു ഖുർആൻ വഹദൽ ലഹ്ജാത്തിൽ മുഖ്തലിഫ അലാ ലഹ്ജത്തി ഖുറൈശ്, വ്യത്യസ്തങ്ങളായ ഭാഷ ലഹ്ജകളെ, ലഹ്ജ എന്ന് പറഞ്ഞാൽ ശൈലികൾ, ഭാഷാ ശൈലികൾ, ഓരോ ഗോത്രക്കാരും ഉപയോഗിക്കുന്ന ഭാഷയുടെ പ്രത്യേക ശൈലികളുണ്ടായിരുന്നു അറബികൾക്കിടയിൽ. ചില ഗോത്രം ബനു അസദ്കാർ, ബനു ഖുസാ എന്ന് തുടങ്ങി വ്യത്യസ്ത ഗോത്രങ്ങൾ, ബനു അസദ്, ഇവരൊക്കെ ബനു ഹാഷിം, ആ നിലക്കുള്ള ഗോത്രങ്ങളൊക്കെ വ്യത്യസ്തങ്ങളായ ശൈലികൾ ഉപയോഗിച്ചിരുന്നു. ഖുറൈശികൾക്കിടയിൽ തന്നെ ഖുറൈശികൾക്കൊരു ശൈലി, ഖുറൈശികളല്ലാത്ത വേറെയും കുറേ ഗോത്രങ്ങൾ അവിടെ ഉണ്ട്, ഉപഗോത്രങ്ങളുണ്ട്. ഇവരൊക്കെ വ്യത്യസ്ത ശൈലികൾ ഭാഷയിൽ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഈ ഖുറൈശികളായിട്ടുള്ള ആളുകളുടെ ഭാഷയിലാണ് യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെ അവതരണം ഉണ്ടാകുന്നത്, ഖുറൈശി ലഹജയിലാണ്. അതുകൊണ്ട് തന്നെ ഈ അറബി ഭാഷയുടെ ഒരു സ്വാധീനം മിൻ ഹൈസു അന്നഹു
അഫ്വൻ ഖുർആനിൻ്റെ ഒരു സ്വാധീനം, ആ ഖുർആൻ വഹദൽ ലഹ്ജാത്തിൽ മുഖ്തലിഫ, വ്യത്യസ്ത ശൈലികളെ എല്ലാത്തിനെയും ഏകീകരിച്ചു. അല ലഹ്ജത്തി ഖുറൈശികളുടെ ശൈലിയിലേക്ക്. വഹബലിൽ ലുഗൽ അറബിയ, മാത്രമല്ല അറബി ഭാഷയ്ക്ക് സമ്മാനമായി നൽകി വിശുദ്ധ ഖുർആൻ എന്ത് നൽകി? അദീദം മിനൽ കലിമാത്തി, ധാരാളം വചനങ്ങൾ, വാക്കുകൾ, വൽ അസാലീബിൽ ജദീദ, പുതിയ ചില ശൈലികളും. അതാവട്ടെ ഗൈരിൽ മഅറൂഫ, അത് അപരിചിതമായിരുന്നു ലദൽ അറബികൾക്ക്. അലാവത്തൻ അലാ ദാലിക, അതിനും പുറമേ, അലാവത്തൻ അലാ ദാലിക എന്ന് പറഞ്ഞാൽ അതിനും പുറമേ, ഹഫിദൽ ഖുർആനുൽ ലുഗൽ അറബിയ മിനൽ ഇൻതിസാർ, വിശുദ്ധ ഖുർആൻ അറബി ഭാഷയെ നശിച്ചു പോകുന്നതിൽ നിന്നും സംരക്ഷിച്ചു. ഇൻതിസാർ, തകർന്നു പോവാം. لأن الله تعالى وعد حفظ القرآن, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ അള്ളാഹു ഖുർആനിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തു. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഈ ദിക്റിനെ നാമാണ് അവതരിപ്പിച്ചത്, നാം തന്നെ അത് കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. ഇവിടെ നാമാണ് അവതരിച്ചത്, നാം അതിനെ കാത്തു സൂക്ഷിക്കും എന്ന് പറഞ്ഞാൽ ആ ദിക്ർ യാനി അൽ ഖുർആൻ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ ഹുജറാത്തിലെ 9 മുതൽ ഉള്ള ആയത്തുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. സൂറത്തുൽ ഹുജറാത്ത് 49-ാമത്തെ അധ്യായമാണ്. വിശുദ്ധ ഖുർആനിലെ ഓരോ അധ്യായങ്ങളും മുസ്ഹഫിൽ ക്രമീകരിച്ചതിനനുസരിച്ച് ഒരു നമ്പറുകളുണ്ട്. 49-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഹുജറാത്ത്. വിശ്വാസികൾ തമ്മിലുള്ള വ്യത്യസ്തങ്ങളായ സ്വഭാവ ഗുണങ്ങൾ, അതേപോലെ അവൻ പാലിക്കേണ്ട ശീലങ്ങൾ, ഒഴിവാക്കേണ്ട ദുസ്വഭാവങ്ങൾ, ഇതൊക്കെ വിവരിക്കുന്ന സുന്ദരമായൊരു അധ്യായമാണ് സൂറത്തുൽ ഹുജറാത്ത്. ഓരോ വിശ്വാസിയും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട അധ്യായമാണ്. കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. നമുക്ക് നേരെ നമ്മുടെ പഠിക്കാനുള്ള ഭാഗത്തിലേക്ക് മാത്രം ഇൻഷാ അല്ലാഹ് ശ്രദ്ധ കൊടുക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഇഖ്തതലൂ ഫഅസ്ലിഹൂ ബൈനഹുമാ فإن بغت إحداهما على الأخرى فقاتلوا التي تبغي حتى تفيء إلى أمر الله فإن فاءت فأصلحوا بينهما بالعدل وأقسطوا إن الله يحب المقسطين. അവിടെ ഇതിന് ഒന്നിച്ചുള്ള അർത്ഥം എന്താ? സത്യവിശ്വാസികളിൽ നിന്നുള്ള 2 വിഭാഗങ്ങൾ പരസ്പരം പോരടിച്ചാൽ നിങ്ങൾ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കണം. എന്നിട്ട് 2-ൽ 1 വിഭാഗം മറുവിഭാഗത്തിനെതിരിൽ അതിക്രമം കാണിച്ചാൽ അതിക്രമം കാണിക്കുന്ന വിഭാഗത്തോട് അവർ അള്ളാഹുവിൻ്റെ കൽപ്പനയിലേക്ക് മടങ്ങി വരുന്നതുവരെ നിങ്ങൾ യുദ്ധം നടത്തണം. അങ്ങനെ ആ വിഭാഗം മടങ്ങി വരികയാണെങ്കിൽ നീതിപൂർവം ആ 2 വിഭാഗങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുകയും നിങ്ങൾ നീതി പാലിക്കുകയും ചെയ്യുക. തീർച്ചയായും അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വതുൻ ഫഅസ്ലിഹൂ ബൈന അഖവൈകും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങൾ തന്നെയാകുന്നു. അതിനാൽ നിങ്ങളുടെ 2 സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. സത്യവിശ്വാസികളെ, ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത്. ഇവർ പരിഹസിക്കപ്പെടുന്നവർ അവരെക്കാൾ നല്ലവരായിരുന്നേക്കാം. ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെയും പരിഹസിക്കരുത്. ഇവർ അഥവാ പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ മറ്റവരെക്കാൾ നല്ലവരായിരുന്നേക്കാം. നിങ്ങൾ അന്യോന്യം കുത്തുവാക്ക് പറയരുത്. നിങ്ങൾ പരിഹാസ പേരുകൾ വിളിച്ച് പരസ്പരം അപമാനിക്കുകയും ചെയ്യരുത്. സത്യവിശ്വാസം കൈക്കൊണ്ടതിന് ശേഷം അധാർമികമായ പേര് വിളിക്കുന്നത് എത്ര ചീത്ത. വല്ലവനും പശ്ചാത്തപിക്കാത്ത പക്ഷം അത്തരക്കാർ തന്നെയാകുന്നു അക്രമികൾ. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ ളന്നി ഇന്ന ബഅദൽ ളന്നി ഇസ്മ
ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. സത്യവിശ്വാസികളെ, ഊഹത്തിൽ മിക്കതും നിങ്ങൾ വെടിയുക. തീർച്ചയായും ഊഹത്തിൽ ചിലത് കുറ്റമാകുന്നു. നിങ്ങൾ ചാരവൃത്തി നടത്തുകയും അരുത്. നിങ്ങളിൽ ചിലർ ചിലരെപ്പറ്റി അവരുടെ അഭാവത്തിൽ ദുഷിച്ചു പറയുകയും അരുത്. തൻ്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ മാംസം ഭക്ഷിക്കുവാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? എന്നാൽ അത് അഥവാ ശവം തിന്നുന്നത് നിങ്ങൾ വെറുക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവെ നിങ്ങൾ സൂക്ഷിക്കുക. തീർച്ചയായും അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു. യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. മനുഷ്യരെ, തീർച്ചയായും നിങ്ങളെ നാം ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായി സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം അറിയേണ്ടതിന് നിങ്ങളെ നാം വിവിധ ഗോത്രങ്ങളും ഉപഗോത്രങ്ങളുമാക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ, നിങ്ങളിൽ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവനാകുന്നു. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. അപ്പോൾ ഈ 13 ആയത്തുകളാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ പഠിക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഓരോ വിശദീകരണങ്ങൾ വരുന്ന ഭാഗത്ത് നമുക്ക് ആ ഭാഗം വായിക്കാം. ആദ്യം അവിടെ കൊടുത്തിട്ടുള്ളത് തഅരീഫുൻ ബി സൂറത്തുൽ ഹുജറാത്ത്. സൂറത്തുൽ ഹുജറാത്തുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ നിർവചനങ്ങളാണ്, അതും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശദീകരണമാണ്. മൊത്തത്തിൽ അതിനെപ്പറ്റി മനസ്സിലാക്കാന്നുള്ളത്. സൂറത്തുൽ ഹുജറാത്തി ഹിയ സൂറത്തു താസിഅതു വൽ അർബഊന ബിതർതീബിൽ മുസ്ഹഫി ഷരീഫ്. പരിശുദ്ധ ഖുർആനിൻ്റെ ക്രമമനുസരിച്ച് 49-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഹുജറാത്ത്. തർത്തീബ് ക്രമം. അൽ മുസ്ഹഫ് വഹിയ സൂറത്തുൻ മദനിയ. അത് മദനിയായ സൂറത്താണ്. ഖുർആനിൻ്റെ സൂറത്തുകളെ മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കി 2 വിഭാഗം കാണും. ഒന്ന് മക്കിയായ സൂറത്ത്, മറ്റൊന്ന് മദനിയായ സൂറത്ത്. മക്കിയായതെന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നതിന് മുമ്പ് അവതീർണമായ സൂറത്തുകൾക്ക് മക്കിയായ സൂറത്തെന്നും, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയ ശേഷം അവതരിപ്പിക്കപ്പെട്ട അധ്യായങ്ങൾക്ക് മദനിയായ സൂറത്തുമെന്നാണ് ആ ടേം സാധാരണയായി പ്രബലമായി അംഗീകരിക്കപ്പെട്ട രീതി. വഅദദു ആയാതിഹ, അതിൻ്റെ എണ്ണം, ആയത്തുകളുടെ എണ്ണം 18 18 ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത്. തഖഉബിൽ ജുസ്ഇ സാദിസി വൽ 20, 26-ാമത്തെ ജുസ്ഇലാണ് ഇത് ഉൾക്കൊള്ളുന്നത്. ഈ സൂറത്ത് എന്ന് പറയാം 30 ജുസ് ആണ് ഖുർആനിനുള്ളത്. ഖുർആനെ 30 പാർട്ടായിട്ട് അതിൻ്റെ ക്രമത്തിൽ വേർതിരിച്ചിട്ടുണ്ട്, 30 പാർട്ടാക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ 26-ാമത്തെ ആ ഭാഗത്ത് ജുസ് പാർട്ട്, ആ ഭാഗത്താണ് സൂറത്തുൽ ഹുജറാത്ത് വരുന്നത്. വസുമ്മിയത്ത് ബിഹാദൽ ഇസ്മി, ഈ ഒരു പേര് ഇതിന് വിളിച്ചത്, ഈ അധ്യായത്തിന് വിളിച്ചത് ബിസബബി ദിക്രി ലഫ്ദിൽ ഹുജറാത്തി ഫീഹാ, ആ അധ്യായത്തിൽ ഹുജറാത്ത് എന്ന പദത്തിൻ്റെ ആ പദം വരുന്നതുമായി ബന്ധപ്പെട്ടാണ്. അത് വരുന്ന ഹുജറാത്ത് എന്ന പ്രയോഗം ഈ അധ്യായത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ടാണ് അതിനെ പേര് വന്നത്. 4-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്തി അക്സറുഹും ലാ യഅഖിലൂൻ എന്ന 4-ാമത്തെ ആയത്തിൽ എന്തുണ്ട്? ഹുജറാത്ത് എന്ന പ്രയോഗം വരുന്നുണ്ട്. ആ ഒരു പരാമർശം വരുന്നത് കൊണ്ടാണ് ഈ അധ്യായത്തിന് അങ്ങനെ പേര് തന്നെ വന്നത്. വജാഅ സബബു നുസൂലിഹ, ഇനി ഈ അധ്യായം ഇറങ്ങാനുള്ള ഒരു കാരണം, ചില അധ്യായങ്ങൾ അവതീർണമാകാൻ പ്രത്യേക പശ്ചാത്തലമുണ്ടാകും. ആ പശ്ചാത്തലം മനസ്സിലാക്കിയിട്ട് വേണം ഖുർആനിൻ്റെ അധ്യായങ്ങളായാലും വചനങ്ങളായാലും അതിൻ്റെ ആശയങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ. ഇല്ല എങ്കിൽ നമ്മൾ ചിലപ്പോൾ ആയത്തുകളുടെ അർത്ഥം മാത്രം പരിശോധിച്ച് നോക്കി മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശവും താല്പര്യവും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. പല നിലക്കും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് രൂപപ്പെട്ടു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ ഈ അധ്യായം എന്നുള്ളതല്ല, ഏത് അധ്യായത്തിലെ ഏത് വചനങ്ങൾ പരിശോധിക്കുമ്പോഴും ഏത് സാഹചര്യത്തിലാണ് ആ ആയത്ത് അവതീർണമായത്, അപ്പോൾ ആ സാഹചര്യവും ആ ആയത്തിന് നല്ല റിലേഷൻ ഉണ്ടാവും. ആ ആയത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് വിവരിച്ചു കൊടുത്ത ഒരു തലം ഉണ്ടാവും. അതും കൂടെ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ആ ആയത്ത് കൊണ്ട് അവിടെ ഉദ്ദേശിക്കപ്പെട്ട യഥാർത്ഥ ആശയം നമുക്ക് ബോധ്യമാകുക. പലതും യുദ്ധ സാഹചര്യങ്ങളിൽ ഇറങ്ങിയതുണ്ടാവാം,
മറ്റു സന്ദർഭങ്ങൾ ഇറങ്ങിയതുണ്ടാവാം. അതെല്ലായിടത്തും നമ്മൾ ആ ആയത്തിൻ്റെ അർത്ഥം വെച്ചിട്ട് നമ്മളതിനെ മനസ്സിലാക്കാൻ നിൽക്കുമ്പോൾ അത് തെറ്റായ രൂപത്തിൽ അതിനെ വ്യാഖ്യാനത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഈ അധ്യായം 49-ാമത്തെ ഈ അധ്യായം ഇത് ഇറങ്ങാനുണ്ടായ സാഹചര്യം അത് അലൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശ്വാസമേല ഇറങ്ങിയത് ഫി ഖിസ്സത്തി നിദാഇ ബനി തമീം ലിന്നബിയിൽ കരീം മിൻ വറാഇ ഹുജറാത്തിഹി. അതൊരു കഥയുമായി ബന്ധപ്പെട്ടാണ്. ഫി ഖിസ്സ കഥ. ഏത് കഥ? നിദാഇ ബനി തമീം, ബനു തമീമുകാർ വിളിച്ചു ലിന്നബിയിൽ കരീം വിശ്വാസമയെ മിൻ വറാഇ ഹുജറാത്തിഹി, നബിസ്വല്ലല്ലാഹു ഹുജറകൾക്ക് പിറകിൽ നിന്ന്. ഹുജറ എന്ന് പറഞ്ഞാൽ ചെറിയ റൂമുകൾക്കാണ് പറയുക. പ്രവാചകൻ്റെ പത്നിമാർക്ക് വേണ്ടി ഹുജറകളായിരുന്നു അന്ന് ഉണ്ടാക്കിയിരുന്നത്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക് പ്രത്യേക ഹുജറകളായിരുന്നു. ആ ഹുജറ എന്ന് പറഞ്ഞാൽ ചെറിയ റൂമായിരിക്കും, അതിന് ചെറിയൊരു തട്ടുണ്ടാവും, തട്ടിൻപുറം ആ രൂപത്തിലുള്ള ക്രമമാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് നബിസ്വല്ലല്ലാഹു ഇങ്ങനെ വിളിച്ചു. എങ്ങനെ? കാനു യുനാദൂന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ വറാഇൽ ഹുജറാത്തി, അവർ ഹുജറകൾക്ക് ബാക്കിൽ നിന്ന് നബിസ്വല്ലല്ലാഹു വിളിച്ചിരുന്നു. വൽ ഹുജറാത്തു, ഇവിടുത്തെ ഹുജറകളുടെ ഉദ്ദേശിക്കുന്നത് ഹിയ ബുയൂത്തു ഉമ്മഹാത്തിൽ മുഅ്മിനീൻ, ഉമ്മഹാത്തിൽ മുഅ്മിനീങ്ങളുടെ വീടുകളെയാണ് ഇവിടെ ഹുജറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൂം ഹുജറ എന്നാണ് പറയണത്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, ഉമ്മഹാത്തുൽ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളുടെ ഉമ്മമാർ. അതാരാ? സൗജാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാർ മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികളുടെ എല്ലാവരുടെയും ഉമ്മമാരാണ്. അതുകൊണ്ട് തന്നെ പ്രവാചക തിരുമേനിയുടെ പത്നിമാർ അറിയപ്പെടുക ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന പേരിലാണ്, വിശ്വാസികളുടെ ഉമ്മമാർ. അവർക്ക് ആ ഒരു പദവിയാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ താമസിച്ചിരുന്ന ഹുജറകൾ, അതിൻ്റെ ബാക്ക് നബിനെ അവർ വിളിച്ചു. വലി കുല്ലി വാഹിദത്തിൻ മിൻഹുന്ന ഹുജറ, അവർക്കെല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഹുജറ ഉണ്ടായിരുന്നു. വഖദ് കാന നിദാഉ, ഈ ബനൂ തമീമുകാരുടെ വിളി, ബനൂ തമീമുകാരുടെ ഈ വിളി, അതും മിൻ വറാഇൽ ഹുജറാത്തി, അത് യുഅ്ദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസമേ വല്ലാതെ അത് പ്രയാസപ്പെടുത്തുമായിരുന്നു. യുഅ്ദി ഇത് അന്നഹു തഅദി അലാ ഹുർമതി ബുയൂതിഹി, അത് പ്രവാചകൻ്റെ ആ വീടിൻ്റെ ഹുർമ, അതിൻ്റെ പവിത്രതയ്ക്ക് കോട്ടം വരുത്തുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നബിക്ക് വല്ലാതെ പ്രയാസമുണ്ടാക്കി. ബനൂ തമീം എന്ന് പറയുമ്പോൾ പ്രഗത്ഭരായ സ്വഹാബികളൊക്കെ ഉൾക്കൊള്ളുന്നൊരു ഗോത്രമാണത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ബനൂ തമീം ഗോത്രത്തിലാണത്. വഖദ് വറദ ദിക്റു കലിമത്തിൽ ഹുജറാത്ത് ഫി ബിദായത്തി സൂറ, ഈ സൂറത്തിൻ്റെ ആരംഭത്തിൽ ഹുജറാത്ത് എന്ന ആ കലിമത്തിൻ്റെ പരാമർശം വന്നിട്ടുണ്ട്. ഹൈസു ഖാല തആല, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്തി അക്സറുഹും ലാ യഅഖിലൂൻ. ആ വിഷയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. തുസമ്മ സൂറത്തുൽ ഹുജറാത്തി ബി സൂറത്തുൽ അഖ്ലാഖി വൽ ആദാബ്. ഇനിയിവിടെ പറയുന്നത് ഈ അധ്യായത്തിന് സൂറത്തുൽ അഖ്ലാഖ്, അഖ്ലാഖന സ്വഭാവം, വൽ ആദാബ് സംസ്കാരം, മര്യാദ. അപ്പോൾ സൂറത്തുൽ അഖ്ലാഖ്, സൂറത്തുൽ ആദാബ് എന്ന പേരും കൂടെ ഇതിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. വദാലിക ലിഅന്ന ഹാദിഹി സൂറ, അതിൻ്റെ കാരണം ഈ അധ്യായം ഖദ് അർഷദത്തിൻ നാസ, ജനങ്ങൾക്ക് മാർഗദർശനം കൊടുക്കുന്നുണ്ട്, ഇല ആദാബിൻ മുജ്തമഇയ്യ, സാമൂഹിക മര്യാദകളിലേക്ക്, വമദഹത്തിൽ അഖ്ലാഖൽ കരീമ, അതേപോലെ സൽ സ്വഭാവത്തെ പ്രശംസിക്കുന്നുണ്ട്, വൽ അഅമാൽ അൽ ഫാദില, സൽ പ്രവർത്തികളെയും. ഇഷ്തമലത്ത് സൂറത്തുൽ ഹുജറാത്തി, ഈ അധ്യായം സൂറത്തുൽ ഹുജറാത്ത് ഉൾക്കൊള്ളുന്നു അല, ഇഷ്തമല അല, അലൽ കസീരി, ധാരാളം, മിനൽ മൗദൂആത്ത്, വിഷയങ്ങൾ, സബ്ജക്റ്റുകൾ, അൽ മുതഅല്ലിഖ ബി, മുതഅല്ലിഖ ബി, ബന്ധപ്പെട്ട് കിടക്കുന്ന, മുതഅല്ലിഖൻ്റെ കൂടെ ബി, എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, ബിൽ അഖ്ലാഖി വൽ ആദാബി, സംസ്കാരങ്ങളും സ്വഭാവങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങൾ. വഫീമാ യഅതി ദിക്റു ലി അബ്റസി ഹാദിഹിൽ മൗദൂആത്തി, ഈ വിഷയങ്ങളിൽ ഏറ്റവും പ്രകടമായ വിഷയങ്ങളാണ് താഴെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, ഇർഷാദുൽ മുഅ്മിനീന ഇലാ ദറൂറത്തി തബയ്യുനി വത്തഹഖുഖി ഇൻദ സമാഇൽ അഖ്ബാർ, വിശ്വാസികൾക്ക് ഒരു മാർഗദർശനം കൊടുക്കുന്നുണ്ട്. എന്തിലേക്ക്? ഇലാ ദറൂറത്തി തബയ്യുൻ, വ്യക്തത വരുത്തൽ അനിവാര്യമാണ്. വത്തഹഖുഖ്, ഉറപ്പ് വരുത്തൽ. ഇൻദ സമാഇൽ അഖ്ബാർ, ഒരു വാർത്ത കേൾക്കുമ്പോൾ അത് സത്യമാണോ അസത്യമാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. എന്നിട്ടേ മറ്റുള്ളവരുടെ അത് പറയാൻ പറ്റുള്ളൂ. അത്തർഗീബു ബിസ്സുൽഹി വ ഇസ്ലാഹി ദാത്തിൽ ബൈനി ഇൻദൽ ഇഖ്തിതാലി വൻ നിസാഇ. മറ്റൊന്ന് തർഗീബാണ്, താല്പര്യം ജനിപ്പിക്കുക. തർഗീബ് ബിസ്സുൽഹി, എന്തിനെ? സുൽഹ് ഉണ്ടാക്കുക, സന്ധി ഉണ്ടാക്കുക, രഞ്ജിപ്പുണ്ടാക്കുക. വ ഇസ്ലാഹ്, അതേപോലെ പരിഷ്കരണം, അതേപോലെ ഈ പറഞ്ഞ പോലെ സുൽഹുകൾ, രഞ്ജിപ്പുകൾ, അവ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നു. ആർക്കിടയിൽ? ദാത്തിൽ ബൈനി,
രണ്ട് പേര് അകന്നിട്ടുണ്ടെങ്കിൽ ആ അകന്നവർക്കിടയിൽ ഇൻദൽ ഇഖ്തിതാലി വൻ നിസാഇ, തർക്കവും ഏറ്റുമുട്ടലൊക്കെ ആയി രണ്ട് കൂട്ടർ അവർ ബൈന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ബൈന് എന്ന് പറഞ്ഞാൽ അകൽച്ച, അങ്ങനെയുള്ളവർക്കിടയിൽ ഇസ്ലാഹും സുലുഹും, എല്ലാവിധ രഞ്ജിപ്പും ഐക്യവും ഉണ്ടാക്കുക എന്നുള്ളതിന് പ്രേരണ കൊടുക്കുന്ന അധ്യായമാണ്. മറ്റൊന്ന് നെഹ്യു അമ്മ യുസബ്ബിബു ഷഹ്നാ, വിദ്വേഷമുണ്ടാക്കാൻ കാരണമാകുന്ന എല്ലാത്തിനെയും വിലക്കൽ. വയു അദ്ദി ഇലൽ ബഗ്ദാഇ, അതേപോലെ ദേഷ്യത്തിലേക്ക് കോപങ്ങളിലേക്ക് എത്തിക്കുന്നവയെയും യു അദ്ദിയില എത്തിക്കുക. ബഗ്ദാ പക, വിദ്വേഷം, കോപം. ഷഹ്നാവും ബഗ്ദാവും ഒക്കെ ഏകദേശം അർത്ഥം. അത് മിനൽ ലംസി വസ്സുഖ്രിയ വത്തനാബുസ് ബിൽ അൽഖാബ്. ലംസ് എന്ന് പറഞ്ഞാൽ കുത്തിപ്പറയുക, സുഖ്രിയ പരിഹസിക്കുക, തനാബുസ് ബിൽ അൽഖാബ്, തനാബുസ് ബിൽ അൽഖാബ് പറഞ്ഞാൽ ഇരട്ടപ്പേര് വിളിക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത അധാർമികമായ മറ്റു പേരുകൾ വിളിക്കുക, ലഖബുകൾ വിളിക്കുക. അപ്പോൾ ഈ രൂപത്തിൽ ഏതൊക്കെ നിലക്ക് വിദ്വേഷമുണ്ടാക്കാൻ സാധ്യതയുണ്ടോ അതിനെല്ലാം വിലക്കുന്നു എന്നുള്ളത്. മറ്റൊന്നാൽ മിന്നത്തുലില്ലാഹി അസ്സ വജല്ല ഫി ഹിദായത്തിൽ ഖൽഖി വലൈസ ലി അഹദിൻ മിന്ന അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൗനിഹി ദഖലൽ ഇസ്ലാം വസവാറ മുസ്ലിമ. സൃഷ്ടികളിൽ അള്ളാഹു നേർമാർഗ്ഗം കാണിച്ചതിന് അള്ളാഹ്ക്കാണ് അതിലുള്ള മിന്നത്ത്, എല്ലാവിധ ഔദാര്യവും വേണ്ടത്. വലൈസ ലി അഹദിൻ മിന്നത്തുൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂലിനോട് എന്ത് വേണ്ട ആവശ്യമില്ല, പ്രത്യേകമായ മിന്നത്ത് പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ ഔദാര്യമായിട്ട് പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ വിശ്വസിച്ചു എന്നുള്ള ആ രൂപത്തിൽ. ലി കൗനിഹി, ഇക്കാരണം കൊണ്ട് ദഖലൽ ഇസ്ലാമ വസ്വാറ മുസ്ലിമ, മുസ്ലിം ആയിട്ടുണ്ട് എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട്. സത്യത്തിൽ ഒരാൾ മുസ്ലിം ആയാൽ ആ മുസ്ലിം ആയതിൻ്റെ ഗുണം അയാൾക്കാണ്, അത് നബിക്കോ അല്ലെങ്കിൽ മറ്റാർക്കോ അല്ല. അപ്പോൾ അത് അള്ളാഹ് തന്നൊരു അനുഗ്രഹമാണ്. അത് എടുത്തു പറഞ്ഞ് ഞങ്ങളിതാ മുസ്ലിം ആയിക്കണം, ഞങ്ങളിങ്ങനെ കഴിക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന കാര്യം അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. സ്വന്തത്തിന് വേണ്ടിയാണ് ഇസ്ലാം സ്വീകരിക്കുന്നതും തൻ്റെ മരണാനന്തര ജീവിതം സുരക്ഷിതമാകാനും അവിടെ സ്വർഗത്തിലെത്താനുമാണ് ഒരാൾ മുസ്ലിം ആകേണ്ടത്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്, അല്ലാതെ ആർക്കു വേണ്ടി മറ്റാർക്കു വേണ്ടിയിട്ടല്ല എന്നുള്ള കാര്യം കൂടെ ഇതിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്നാൽ ഹസ്സു അല അദബിൽ ഖിതാബി വ ഖുസൂസൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്സ അല എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക എന്നാണ് അർത്ഥം. അൽ ഹസ്സു പ്രേരണയുണ്ട്, അല അദബിൽ ഖിതാബി സംസാര മര്യാദ, ഒരാളുടെ എങ്ങനെ സംസാരിക്കണം അതിൻ്റെ മര്യാദയ്ക്കുള്ള പ്രേരണ ഉണ്ട്. വ ഖുസൂസൻ പ്രത്യേകിച്ചും മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് എങ്ങനെയാണ് ഒരാൾ സംസാരിക്കേണ്ടത്, അത് പ്രത്യേകമായ നിർദ്ദേശം ഈ അധ്യായത്തിൽ കാണാൻ പറ്റും. ഹൈസു ഖാല അല്ലാഹു അസ്സ വജല്ല ഫീ മത്ലഇഹ, എങ്ങനെയെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ആ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏതെന്ന് ആരംഭത്തിൽ പറയുന്ന ആയത്തോടെ കൊടുത്തിട്ടുണ്ട്. ആയത്ത് എങ്ങനെയാണ്? യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ് ഇന്നല്ലാഹ സമീഉൻ അലീം. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും മുമ്പിൽ യാതൊന്നും മുൻകടന്ന് പ്രവർത്തിക്കരുത്. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. അതാണ് ഒന്നാമത്തെ ഈ അധ്യായത്തിലെ വചനം. രണ്ടാമത്തെ വചനം യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബിയ്യി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹ്ബത അഅ്മാലുകും വഅൻതും ലാ തശ്ഉറൂൻ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ ശബ്ദങ്ങൾ പ്രവാചകന്റെ ശബ്ദത്തിനു മീതെ നിങ്ങൾ ഉയർത്തരുത്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അന്യോന്യം ഒച്ചയിടുന്നത് പോലെ ഒച്ചയിടുകയും ചെയ്യരുത്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ഈ അധ്യായത്തെ പറ്റിയുള്ള ആകെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത്. എത്രാമത്തെ അധ്യായം പഠിച്ചു, എത്ര വചനങ്ങളുണ്ടെന്ന് പഠിച്ചു, ഇതിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ പഠിച്ചു, ഇതിന് പറയപ്പെട്ട മറ്റു പേര് പഠിച്ചു, എന്തുകൊണ്ട് ഇതിൻ്റെ പേര് വന്നു എന്ന് പഠിച്ചു, അതേപോലെ ഓരോ വിഷയങ്ങളും ഉള്ള ഗുണപാഠങ്ങൾ പഠിച്ചു. ഈ നിലക്ക് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഇനി ഓരോ ആയത്തും ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തിൽ ഓരോ ആയത്തും ഇവിടെ വിശകലനം ചെയ്യുന്നുണ്ട്. ആ ഭാഗം നമുക്കൊന്ന് നോക്കാം. അതിൽ 9ാമത്തെ വചനമാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വ ഇൻ ത്വാഇഫതാനി, ത്വാഇഫത്ത് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്, വിഭാഗം. അപ്പോൾ രണ്ട് വിഭാഗങ്ങൾ, ത്വാഇഫത്താനി 2 വിഭാഗങ്ങൾ, 2 വിഭാഗങ്ങൾ ആണെങ്കിൽ, ഇൻ എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ, ഏത് 2 വിഭാഗങ്ങൾ? മിനൽ മുഅ്മിനീന, സത്യവിശ്വാസികളിൽ നിന്നുള്ള 2 വിഭാഗങ്ങൾ. ഇഖ്തതലൂ, ആ 2 വിഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു? അവർ പരസ്പരം പോരടിക്കുന്നു. അപ്പോൾ ഇഖ്തതലൂ എന്നുള്ളിടത്തേക്കാണ് ഇൻ പോണ്. അവർ 2 വിഭാഗം പോരടിച്ചാൽ,
ഫ അസ്ലിഹു, അങ്ങനെ സംഭവിച്ചാൽ അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ അസ്ലിഹു, നിങ്ങളെന്ത് ചെയ്യണം? അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കണം, അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കണം. ഫഇൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റ, ബഗ അല എന്ന് പറയും, ബഗൻ്റെ കൂടെ അല ഉണ്ടാവും. ബഗ അല എന്ന് പറഞ്ഞാൽ അതിക്രമം കാണിക്കുന്നതാണ്. അപ്പോൾ രഞ്ജിപ്പൊക്കെ ഉണ്ടാക്കി ഓല ഐക്യത്തിലെത്തി സുൽഹൊക്കെ ഉണ്ടാക്കി അവരെ വേർപ്പെടുത്തി ഒക്കെ അങ്ങനെ പോവാണ്. എന്നിട്ട് അതൊന്നും പരിഗണിക്കാതെ എന്ത് ചെയ്യണം? അതിലൊരു കൂട്ടർ വീണ്ടും ആക്രമിക്കുകയാണെങ്കിൽ ആണ് ഫഇൻ ബഗത് ഇഹ്ദാഹുമ, ആ രണ്ടിൽ ഒരു വിഭാഗം അതിക്രമം കാണിച്ചാൽ അലൽ ഉഖ്റ, മറ്റേ വിഭാഗത്തിൻ്റെ മേൽ. അപ്പോൾ എന്ത് ചെയ്യണം? ഫഖാതിലുല്ലതി തബ്ഗി, ആ അതിക്രമം കാണിച്ചതിനോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. ഓക്കെ. ഹത്താ തഫീഅ ഇലാ അംരില്ലാ, അള്ളാഹിൻ്റെ കൽപ്പനയിലേക്ക് മടങ്ങി വരുന്നത് വരേക്കും, ആ വിഭാഗം മടങ്ങി വരുന്നത് വരേക്കും. ഫാ ഇല എന്ന് പറഞ്ഞാൽ മടങ്ങി വരിക, റിട്ടേൺ. റിട്ടേൺ എന്നതിന് റജ എന്ന് പഠിച്ചിട്ടുണ്ടാവും, അതേപോലെ ആദ പഠിച്ചിട്ടുണ്ടാവും. അതോടൊപ്പം വരുന്ന ഒരു വാക്കാണ് ഫാ ഇല, ഇല എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയിലേക്ക്, അള്ളാഹിൻ്റെ കൽപ്പനയാണ് അവർക്ക് രഞ്ജിപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു രഞ്ജിപ്പ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ എന്നിട്ട് എന്ത് ചെയ്തു? ആ രഞ്ജിപ്പിനെ മുഖവിലൊക്കെ എടുക്കാതെ യുദ്ധം ചെയ്താൽ, അല്ലെങ്കിൽ ആ രഞ്ജിപ്പിനെ അതിക്രമം കാണിച്ചാൽ, ഈ തെറ്റ് രഞ്ജിപ്പ് അല്ലെങ്കിൽ ഈ ഒരു സന്ധി ലംഘിച്ചവരോട് നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹിൻ്റെ കൽപ്പനയിലേക്ക് മടങ്ങി വരുന്നവരെ നിങ്ങളും യുദ്ധം ചെയ്യുക. ഫൈൻ ഫാഅത്ത്, ഇനി അവർ മടങ്ങി വന്നാൽ ഫാസ്ലിഹു ബൈനഹുമ, അവർക്കിടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? രഞ്ജിപ്പുണ്ടാക്കണം. എങ്ങനെ? ബിൽ അദിലി, നീതിയോടുകൂടെ. അവിടെയൊക്കെ നീതിക്കാണ് മുൻഗണന. വഅഖ്സിതു, അള്ളാഹ് വീണ്ടും പറഞ്ഞു നിങ്ങൾ നീതി പാലിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അഖ്സത എന്ന് പറഞ്ഞാൽ ആക്ട് ജസ്റ്റ്ലി എന്നാണ്, നീതിയോടെ പ്രവർത്തിക്കുക. ഓക്കെ. ഇനി അതിൻ്റെ മഅനൽ ആയ അവിടെ കൊടുത്തിക്കണം. എന്താ മഅനൽ ആയ? ഇദാ തശാജറ ഔ തഖാസമ, തശാജറ എന്ന് പറഞ്ഞാൽ പരസ്പരം പോരടിച്ചു, അതിൻ്റെ വേറൊരു പര്യായമാണ് തഖാസമ, ഏറ്റുമുട്ടി. അൽ ഫരീഖാനി മിനൽ മുഅ്മിനീന, വിശ്വാസികളുടെ രണ്ട് വിഭാഗങ്ങൾ. ഫി ഐ അംരിൻ, ഏത് വിഷയത്തിലാവട്ടെ. ഫഹാവിലൂ, അപ്പോൾ നിങ്ങൾ ശ്രമിക്കണം. ലിൽ ഇസ്ലാഹി, സന്ധി ഉണ്ടാക്കാൻ, രഞ്ജിപ്പുണ്ടാക്കാൻ. ബൈന ഹാദൈനിൽ ഫരീഖൈനി, ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിലും. അല്ലേ, വലിയൊരു ആശയമാണ് ഖുർആനോട് പറയുന്നത്. രണ്ട് കൂട്ടർ ഏറ്റുമുട്ടുമ്പോൾ അവിടെ അരം കൂട്ടിക്കൊടുത്ത് ഏതെങ്കിലും ഒരു കൂട്ടത്തിൻ്റെ കൂടെ ചേർന്ന് മറ്റുള്ളവരെ അടിച്ചമർത്താൻ വേണ്ടി അവർക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്ന സിസ്റ്റം അല്ല ഇസ്ലാം പഠിപ്പിച്ചത്. വിശ്വാസികൾ തമ്മിൽ ഏറ്റുമുട്ടാൻ പാടില്ല. അവർ റസൂലുള്ളാഹി പഠിപ്പിച്ച പോലെ ഒരു ജസദിലെ, ഒരു ശരീരത്തിലെ അവയവങ്ങളെപ്പോലെയാണ്, അവരൊരു ചീർപ്പിലെ പല്ലുകളെപ്പോലെയാണ് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് ഇതേ അധ്യായത്തിന് ആ ഭാഗം വരുന്നുണ്ട്. അവർ ഏറ്റവും വലിയ ഇഹ്വത്താണെന്ന് പറയുന്നുണ്ട്, സഹോദരന്മാരാണെന്ന് പറയുന്നത്. അപ്പോൾ ഇസ്ലാം അവരെ സാഹോദര്യത്തിൻ്റെ തണലിൽ ഒരുമിച്ച് നിർത്തിയ സുന്ദരമായ മതമാണ്. അപ്പോൾ അങ്ങനെ മനുഷ്യരാണ്, സ്വാഭാവികമാണ്, സാമൂഹിക ജീവിയാണ്. അതുകൊണ്ട് തർക്കങ്ങൾ ഉണ്ടാവാം, അഭിപ്രായ ഭിന്നത, ചിലപ്പോൾ കലഹങ്ങളിലേക്ക് വരെ എത്താം. ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ മൂന്നാമത്തെ വിഭാഗം, ഇത് കാണുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അവിടെ എന്താ പറഞ്ഞത്? അവർക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക. വ ഇല്ലം യസ്തഇദ് അയ്യു വാഹിദൻ മിൻഹുമാ ലിസ്സുൽഹി, ഇങ്ങനെ ഈ ഒരു രഞ്ജിപ്പുണ്ടാക്കുന്നിടത്ത് അവരിൽ ഒരു വിഭാഗം തയ്യാറായില്ല എങ്കിൽ, അത് പൊട്ടിച്ചാൽ ലിസ്സുൽഹി, സുൽഹിന് റെഡി അല്ലെങ്കിൽ ഫഖാത്തിലു ഹാദൽ ഫരീഖ, ഈ വിഭാഗത്തോട് നിങ്ങൾ യുദ്ധം ചെയ്യൂ. അല്ലദി അദ്ലമ അലൽ ആഖർ, മറ്റുള്ളവരോട് അക്രമം കാണിച്ചവരോട്. ഹത്താ യർജിഅ ഇലാ തൗഅത്തില്ലാഹി വത്തൗബ ഇലൈഹി, അള്ളാഹുവിൻ്റെ തോഅത്തിലേക്ക്, അള്ളാഹിനെ അനുസരിക്കുക, തോഅത്ത് അനുസരണം, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക് അവർ മടങ്ങി വരുന്നത് വരെ. വത്തൗബത്തി ഇലൈഹി, അള്ളാഹുലേക്ക് തൗബ ചെയ്യുന്നവരെ. ഇനി അങ്ങനെ അവർക്ക് തെറ്റു മനസ്സിലായി. വ ഇൻ താബ ഹാദൽ ഫരീഖു, ഈ വിഭാഗം തൗബ ചെയ്താൽ ഫഹാവിലൂ ലിൽ ഇസ്ലാഹി ബൈനഹുമാ ബിൽ അദിൽ, അവിടെയും അവർക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം. എങ്ങനെ? ബിൽ അദിൽ, നീതിയുക്തമായി. വഫ്അലൂ ബൈനഹുമാ, അവർക്കിടയിൽ നിങ്ങൾ പ്രവർത്തിക്കണം. ബിൽ ഖിസ്തി, അദിൽ ഖിസ്തിനെ പര്യായം ഖിസ്ത്, നീതിയോടെ. വഹ്കുമൂ ബൈനഹുമാ ബിൽ അദിൽ, അവർക്കിടയിൽ നിങ്ങൾ നീതിയാണ് വിധിക്കേണ്ടത്. ലിഅന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ, കാരണം അള്ളാഹു നീതിമാന്മാരെയാണ് ഇഷ്ടപ്പെടുന്നത്. ഹാദിഹിൽ ആയ, ഈ ആയത്ത് തുഷീറു, സൂചന കൊടുക്കുന്നുണ്ട്. ഇല അഹമ്മിയത്തി വഹ്ദത്തിൽ ഉമ്മ, സമൂഹത്തിൻ്റെ ഐക്യത്തിൻ്റെ പ്രാധാന്യത്തിലേക്ക്. അഹമ്മിയ, പ്രാധാന്യം. വഹ്ദത്തുൽ ഉമ്മ, സമൂഹത്തിൻ്റെ ഐക്യം. തനാസിയൻ അൽ ഇഖ്തിലാഫാത്തിൽ ഫർഇയ്യ, മറ്റു ശാഖാപരമായ അഭിപ്രായ ഭിന്നതകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഏകോദര സഹോദരന്മാരായി, സമൂഹമായി, ഒറ്റ സമൂഹമായിട്ട് മാറണമെന്ന പ്രാധാന്യത്തിലേക്കാണ് ഈ ആയത്ത് സൂചന കൊടുക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ഐക്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നീതിയുടെ
സത്യത്തെ ചേർത്ത് നിർത്തി രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടി ബാക്കിയുള്ളവർ ശ്രമിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അവിടെ മുറാജ ഉണ്ട്. മാദാ നഫ്അൽ ഇദാ ഖതതല ത്വാഇഫതാൻ മിനൽ മുഅ്മിനീൻ. സത്യവിശ്വാസികൾ രണ്ട് വിഭാഗം ഏറ്റുമുട്ടിയാൽ നാം എന്താണ് ചെയ്യേണ്ടത്? ബിമാദാ അമറന അൻ നഫ്അല ഇൻ ഫഅത്തി ത്വാഇഫത്തുൽ ബാഗിയ ഇലാ അംരില്ലാ. അള്ളാഹിൻ്റെ കൽപ്പനയോട് അതിക്രമം കാണിച്ച വിഭാഗം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അവർ മടങ്ങി വരികയാണെങ്കിൽ, അള്ളാഹിൻ്റെ കൽപ്പനയിലേക്ക് അതിക്രമം കാണിച്ച വിഭാഗം മടങ്ങി വന്നാൽ നാം എങ്ങനെ അവരോട് പെരുമാറാൻ പ്രവർത്തിക്കണം? ഇലാ മാദാ തുഷീറു ഹാദിഹിൽ ആയ. ഈ ആയത്ത് എന്തിലേക്കാണ് സൂചന നൽകുന്നത്? ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് തന്നെ കാണാൻ പറ്റും. 10-ാമത്തെ വചനം അള്ളാഹു പറയാണ്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹൂ ബൈന അഖവൈകും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. സത്യവിശ്വാസികൾ സഹോദരന്മാർ തന്നെയാകുന്നു. അവർ പരസ്പര സഹോദരന്മാർ തന്നെയാകുന്നു. ഇന്നമ തീർച്ചയായും നമ്മൾ അർത്ഥം പറയും. അത് അവിടെ നമുക്കറിയാൻ പറ്റും, അവിടെ ഒരു ഹസ്റുണ്ടാകും. അവർ ഇഖ്വത്ത് തന്നെയാണെന്ന്. ഫഅസ്ലിഹൂ ബൈന അഖവൈകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ട് സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് ലഭിച്ചേക്കും, കാരുണ്യം ലഭിച്ചേക്കാം. ഇവിടെ ഇഖ്വത്ത് എന്ന് പറഞ്ഞല്ലോ, അഖിൻ്റെ ജംആണ് ഇഖ്വ, ഉഖ്തിൻ്റെ ജം അഖവാത്താണ്. സഹോദരൻ എന്നുള്ളതിൻ്റെ ജംആണ് ഇഖ്വത്ത് എന്നുള്ളത്. പിന്നെ വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. ഇത്തഖ എന്ന് പറഞ്ഞാൽ തഖ്വല്ലാഹ്, അവിടെ അള്ളാഹിനെ സൂക്ഷിക്കുക എന്നതിനർത്ഥം തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരിഹി, അള്ളാഹിൻ്റെ കൽപ്പനകൾ നിറവേറ്റുക. വജ്തിനാബു നവാഹിഹി, അള്ളാഹുവിൻ്റെ വിലക്കുകളെ വെടിയുക. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തഖ്വ എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, എന്നാൽ ആയത്തിൻ്റെ അർത്ഥം യഖൂലു അല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നൽ മുഅ്മിനീന ഇഖ്വാനുൻ, സത്യവിശ്വാസികൾ സഹോദരന്മാരാണ്. എത്രത്തോളം കഔലാദി അബിൻ വ ഉമ്മിൻ വാഹിദൈനി, ഒരു ഉമ്മയുടെ ഒരു ഉപ്പയുടെ മക്കളെപ്പോലെ സഹോദരന്മാരാണ്. വലിദഫ്അലൂ ബിവുസ്ഇകും ലിൽ ഇസ്ലാഹി ബൈന ഇൽ ഇഖ്വ, അതുകൊണ്ട് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ ഇസ്ലാഹ് ഉണ്ടാക്കണം, രഞ്ജിപ്പുണ്ടാക്കണം, സന്ധി ഉണ്ടാക്കണം. വഅൻ യകൂനു ബൈനഹും, അവർക്കിടയിൽ ഉണ്ടാവണം അൽ മവദ്ദത്തു വർ റഹ്മ, സ്നേഹവും കാരുണ്യവും. വഇദാ ഹസല സുൽഹു ബൈനൽ ഇഖ്വ, ഇനി സഹോദരന്മാർക്കിടയിൽ ഈ ഒരു സുൽഹ് ഉണ്ടായിക്കഴിഞ്ഞാൽ, സുൽഹ് ഈ ഒരു സന്ധി, രഞ്ജിപ്പ്, ഐക്യം, ഫല്ലാഹു യർഹമു ഹഉലാഇൽ ഇഖ്വ, ഈ സഹോദരന്മാർ അല്ലാഹു അവൻ്റെ കാരുണ്യം ചൊരിയും. വമനില്ലദീന ഹാവലൂ ലിൽ ഇസ്ലാഹി ബൈനഹും, ഈ തെറ്റി നിൽക്കുന്ന അല്ലെങ്കിൽ പിന്നെ അകന്നു നിൽക്കുന്നവർക്കിടെ രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചവർക്കും അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും. ഹാവല, ശ്രമിച്ചു. ഇവിടെ മുറാജ കൈഫ യുശബ്ബിഹു അല്ലാഹുൽ മുഅ്മിനീൻ, അള്ളാഹു വിശ്വാസികൾ എന്തിനോടാണ് ഈ ആയത്തിൽ ഉദാഹരിച്ചത്, ഉപമിച്ചത്? മാ ഹുവ ത്വരീഖു ലിനൈലി റഹ്മത്തില്ലാ, അള്ളാഹിൻ്റെ കാരുണ്യം കിട്ടാനുള്ള വഴി എന്താണ്? കമാ ഫഹിംനാ മിനൽ ആയ, ഈ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ. ഓക്കെ, 11-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ. ഇവിടെ ഖുർആൻ്റെ പല ആയത്തുകളിലും ഇതുപോലുള്ള വിളികൾ നമുക്ക് കാണാം. യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന കഫറു, യാ അയ്യുഹന്നാസ്, നമുക്ക് കാണാൻ പറ്റും. അയ്യുഹ എന്ന് നിദാഇൻ്റെ കൂടെ വിളിക്കുന്നത്, ശേഷം വിളിക്കുന്ന ആ മുനാദയെ, ആ വിളിക്കുന്ന സംഗതിയെ, അത് മഅരിഫ, അലിഫ്ലാം കൊണ്ട് മഅരിഫയാകുമ്പോഴാണ് അയ്യുഹ ചേർത്ത് വിളിക്കുക. യാ അയ്യുഹൽ മുഅ്മിനൂൻ, അല്ലെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹൽ കാഫിറൂൻ. അത് അലിഫ്ലാമുള്ള മഅരിഫ അല്ലെങ്കിൽ അയ്യുഹ ഉണ്ടാവില്ല. യാ മുഹമ്മദു, യാ ഇബ്രാഹീമു, ആ രൂപത്തിലായിരിക്കും വിളിക്കുക. ഓക്കെ, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ. ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, സഖറ മിൻ എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക എന്നാണ്. സഹറിൻ്റെ കൂടെ മിൻ എന്നാണ്. ആരെ പരിഹസിക്കുക എന്ന് പറയാൻ മിന്നിന് ശേഷം പറയും. ലാ യസ്ഖർ, പരിഹസിക്കരുത്, ഖൗമുൻ, ഒരു ഖൗമും. ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, വേറൊരു ഖൗമിനെയും. അസാ അൻ യകൂനു, അവർ ആയേക്കാം. എങ്ങനെ? ഖൈറം മിൻഹും, ഇവരെക്കാളും ഖൈർ. ആ മിന്നുകൾ കാൾ എന്ന് പറയാനാണ്. മിൻഹും, ഇവരെക്കാൾ ഖൈറായേക്കാം, നല്ലവരായേക്കാം. വലാ നിസാഉൻ, ഒരു നിസാഉം, ഒരു പെണ്ണുങ്ങളും,
സ്ത്രീകളെ പ്രത്യേകം പറയാണ്. മിൻ നിസാഇൻ, മറ്റു പെണ്ണുങ്ങളെ. ഒരു സ്ത്രീകളും മറ്റൊരു വിഭാഗം സ്ത്രീകളെയും പരിഹസിക്കാൻ പാടില്ല. അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന, അവരായിരിക്കും ഇവരെക്കാളും നല്ലവരൊരു പക്ഷേ, അവരായേക്കാം. ഈ പരിഹസിക്കപ്പെടുന്നവരായിരിക്കാം ഈ പണി ചെയ്യുന്നേക്കാളും നല്ല ആൾക്കാർ. വലാ തെൽമിസൂ, നിങ്ങൾ അന്യോന്യം കുത്തുവാക്ക് പറയരുത്. ലമസറൽ ഇൻസൾട്ട് ചെയ്യുക. വലാ തെൽമിസൂ അംഫുസക്കും, നിങ്ങൾക്ക് ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ അന്യോന്യം കുത്തുവാക്ക് പറയരുത്. വലാ തനാബസൂ ബിൽ അൽഖാബ്, തനാബസ ബിൽ അൽഖാബ് പറഞ്ഞാൽ അവരെ ഇരട്ടപ്പേര് വിളിക്കുക, അവരെ നിങ്ങൾ അധാർമികമായ പേര് കൊണ്ട് വിളിക്കുകയും അരുത്. ബീസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ. അപ്പോൾ അൽ ഇസ്മുൽ ഫുസൂഖ് ഈ നിലക്കുള്ള തെമ്മാടിത്തരം നിറഞ്ഞ അധാർമിക പേരുകൾ, നേരത്തെ പറഞ്ഞ പരിഹാസ പേരുണ്ടാവില്ല, തനാബസുൽ ഖബർ, അത് തനാബസു ബിൽ അൽ ഖബർ, അത് ചെയ്യരുത്. ബിഇസർ, എത്ര ചീത്തയാണ്, എത്ര മോശമാണ്. അൽ ഇസ്മുൽ ഫുസൂഖു, അധാർമിക പേരുകൾ, അത് ബഅദൽ ഈമാൻ, ഈമാൻ ഉണ്ടായ ശേഷം അധാർമിക പേരുകൾ വിളിക്കുന്നത് എത്ര ചീത്തയായ കാര്യമാണ്. വമല്ലം യതുബ്, ആര് തൗബ ചെയ്യുന്നില്ലയോ, അല്ലെങ്കിൽ ലം യതുബ്, തൗബ ചെയ്യുന്നില്ല, ലം യതുബ്, വമല്ലം യതുബ്, ആര് തൗബ ചെയ്യുന്നില്ലയോ, ഫഉലൈക, അപ്പോൾ അവരായിരിക്കും ഹുമുൽ ളാലിമൂൻ, അവർ തന്നെയാണ് അക്രമികൾ. അപ്പോൾ ഈ ആയത്തിൽ നമ്മൾ യാ അയ്യുഹല്ലദീന ആമനു പറഞ്ഞു. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചാൽ ശേഷം അള്ളാഹു എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിക്കാനായിരിക്കും വിളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിലക്കുണ്ടാവും. ഇപ്പോൾ ഇവിടെ ചെയ്യരുത് എന്ന് പറയാനാണ് അവിടെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് അള്ളാഹു വിളിച്ചത്. ചിലയിടത്ത് യാ അയ്യുഹല്ലദീന ആമനു, നിങ്ങളിത് ചെയ്യൂ എന്നുണ്ട് കാരണം അള്ളാഹു വിളിക്കുന്നത്. ചിലയിടത്ത് നേർക്കുന്നൊരു അമ്രൻ്റെ നഹിൻ്റെ സീഗല്ലെങ്കിലും അതിൽ ആശയം അതായിരിക്കും. ഇന്ന കാര്യം ചെയ്യണമെന്ന് പറയാൻ, ഒരു കാര്യം ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഈ ശൈലികളൊക്കെ ഉപയോഗിച്ചത്. അത്തരം ആയത്തിലൊക്കെ പരിശോധിച്ച് നമുക്ക് കാണാൻ പറ്റും. മഅനൽ ആയ യഖൂലുല്ലാഹു സുബ്ഹാനഹു ലിൽ മുഅ്മിനീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് പറയുന്നു, വയഅ്മുറുഹും, അവരോട് കൽപ്പിക്കുന്നു, അല്ലാ യസ്ഖറ അയ്യു വാഹിദൻ മിനൽ ആഖർ, ഒരാളും പരിഹസിക്കാൻ പാടില്ല. ഔ അയ്യു ഖൗമിൻ മിൻ ഖൗമിൻ ആഖർ, അല്ലെങ്കിൽ ഒരു ജനതയും മറ്റൊരു ജനതയെയും. ഔ അയ്യു ഫിർഖത്തിൻ മിനൽ ഉഖറ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പും മറ്റൊരു ഗ്രൂപ്പിനെയും. ലിഅന്നഹും ഖദ് യകൂനൂന ഖൈറൻ മിനല്ലദീ യസ്ഖറുഹു, കാരണം ആരെയാണോ ഇവർ പരിഹസിക്കുന്ന അവരെക്കാളും ഉത്തമർ ഇവരായേക്കാം. വകദാലിക യൻഹല്ലാഹ്, അപ്രകാരം അള്ളാഹു വിലക്കുന്നു, അന്നിസാ ഖുസൂസൻ, പ്രത്യേകിച്ച് സ്ത്രീകളെ, മിൻ ബാബി ദിക്രിൽ ഖാസ്സി ബഅദൽ ആമി, ഇത് പൊതുവായൊരു കാര്യം പറഞ്ഞിട്ട് പിന്നെ പ്രത്യേകമായി പറയുന്ന ഒരു ശൈലിയാണ്. അതാണ് ബാബു ദിക്രിൽ ഖാസ്സി ബഅദൽ ആം എന്നാണ്. ആമിന് ശേഷം ഖാസ് പറയാം, അല്ലേ? ഇവിടെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഈമാനുള്ളവരുടെ കൂട്ടത്തിൽ ആരും പെട്ടു, സ്ത്രീകൾ ഓൾറെഡി പെട്ട് കഴിഞ്ഞു. പിന്നെ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യാണ്, സ്ത്രീകളെക്കുറിച്ച് ഒന്നും കൂടെ എടുത്ത് പറയുന്നു. മിൻ അൻ തസ്ഖറ അയ്യത്തു വാഹിദത്തി മിനൽ ഉഖറ, അതായത് അവരിൽ ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരാളെ പരിഹസിക്കരുത്. ലി അന്നഹ ഖദ് തകൂനു ഖൈറൻ മിനല്ലതി തസ്ഖറു മിൻഹ, കാരണം ആ പരിഹസിക്കുന്നവളെക്കാളും നല്ലവളായേക്കാം പരിഹസിക്കപ്പെടുന്നവൾ. വബഅദാലിക ഇൻഹല്ലാഹ്, അതിനുശേഷം അള്ളാഹു വിലക്കുന്നുണ്ട്, മിൻ ഇഹ്തിഖാരി അയ്യി നഫ്സിൻ, ഒരാളെയും നിന്ദിക്കുന്നത്, ഇഹ്തിഖാർ നിന്ദിക്കുക. അമിൻ മുഖാതബത്തുൽ ആഖരീന ബിൽ അൽഖാബ്, മറ്റുള്ളവരെ ഇരട്ടപ്പേരുകൾ, പരിഹാസപ്പേരുകൾ വിളിക്കുന്നത്. അല്ലത്തി ലാ യുഹിബ്ബൂന അയ്യുഖാതിബൂ ബിഹാ, അവരാകട്ടെ അങ്ങനെ വിളിക്കപ്പെടുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകളാണ്, എന്നിട്ട് അതേ പേരുകൊണ്ട് വിളിക്കുക. വഹാദിഹിൽ അഅ്മാലു കുല്ലുഹാ, ഈ എല്ലാ പ്രവൃത്തികളും തന്നെ ഖദ് തുഅദ്ദി ഇലൽ ഫുസൂഖ്, ഇതെല്ലാം അധാർമികതയിലേക്ക് എത്തിക്കുന്നതാണ്. വൽ ഫിസ്ഖു, അധാർമികത, അസ്വഉൽ ഇസ്മി, ഏറ്റവും മോശപ്പെട്ട ഒരു നാമമാണ് ബഅദ ഇസ്മിൽ മുഅ്മിൻ. മുഅ്മിൻ എന്ന വിശേഷണത്തിന് ശേഷം ഫാസിഖ് എന്ന് പറയുന്നത് ഫതൂബു ഇലല്ലാഹ്, അതുകൊണ്ട് അള്ളാഹുലേക്ക് തൗബ ചെയ്യുക. തൗബതൻ നസൂഹ, ആത്മാർത്ഥമായ തൗബ. ഇൻ വഖഅ മിൻകും, നിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അയ്യു വാഹിദിൻ, ആർക്കെങ്കിലും, മിനൽ അഅ്മാലിൽ ഖദിറ അൽ മദ്കൂറ അലാ, മുകളിൽ പരാമർശിക്കപ്പെട്ട നീച പ്രവൃത്തി, അൽ അഅ്മാലിൽ ഖദിറ, നീചവൃത്തി, ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യുക. എന്നിട്ടോ വമല്ലം യതുബ് ഇലല്ലാഹ്, അള്ളാഹുലേക്ക് തൗബ ചെയ്യുന്നില്ല എങ്കിലോ ഫഹും യകൂനൂൻ, അവരായിരിക്കും മിനൽ ളാലിമീൻ, അതിക്രമകാരികൾ. യസ്തഹിഖൂനൽ അദാബ്, ശിക്ഷക്ക് അർഹരായിത്തീരുന്നവരും. അവിടെ മുറാജഅ ഉണ്ട്. ലിമാദ നഹല്ലാഹു മിൻ സുഖരിയത്തിൽ ആഖരീൻ, എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ പരിഹസിക്കരുതെന്ന് അല്ലാഹു വിലക്കിയത്? മൽ മുറാദു ബി ലാ തനാബസു ബിൽ അൽഖാബ്, ലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ പരിഹാസ പേര് വിളിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? മാഹു അസ്വഉൽ ഇസ്മി ബഅദൽ ഈമാൻ, ഈമാനിന് ശേഷം ഏറ്റവും മോശപ്പെട്ട നാമം ഏതാണ്?
ഉലായിക ഹുമുൽ ളാലിമൂൻ, അവരാകുന്നു അക്രമികൾ എന്ന് പറഞ്ഞു. മൻഹും, ആരെക്കുറിച്ചാണ് പറഞ്ഞത്? അടുത്ത 12ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ. വീണ്ടും വിശ്വാസികൾ വിളിക്കുന്നു. അപ്പോൾ ഒരു കൽപ്പനയോ വിലക്കോ ഉണ്ടാകും. ഇജ്തനിബൂ, നിങ്ങൾ ഒഴിവാക്കുക, വെടിയുക, കസീറൻ മിനല്ലന്നി, ഊഹങ്ങളിൽ മിക്കതും, കസീറൻ ധാരാളം, മിനല്ലന്നി ലന്ന് ഊഹം, ഊഹങ്ങളിൽ മിക്കതും നിങ്ങൾ വെടിയണം. ഇന്ന ബഅദദ്ദന്നി ഇസ്മുൻ, തീർച്ചയായും ചില ഊഹങ്ങൾ അല്ലെങ്കിൽ ഊഹങ്ങളിൽ ചിലത് അത് ഇസ്മായിരിക്കും, കുറ്റമായിരിക്കും. വലാ തജസ്സസൂ, നിങ്ങൾ ചാരവൃത്തി നടത്തരുത്. വലാ യഗ്തബ് ബഅദുകും ബഅദ, നിങ്ങൾ ചിലരെ പറ്റി അവരെ അഭാവത്തിൽ ദുഷിച്ചു പറയരുത്. ഗീബത്ത് പറയുന്നത്, യഗ്തബ് എന്ന് പറഞ്ഞാൽ ഗീബത്ത് പറഞ്ഞു. അതായത് അത് ഗൈബായ സമയത്ത് പറയുന്നതിനാണ് ഗീബത്ത് വരിക. ഗൈബ് പറഞ്ഞാൽ എന്താ? അയാളില്ലാത്ത സമയം, അയാൾ ഗായിബാണ്. ഗായിബായ സമയത്ത് മൂപ്പരെ പറ്റി എന്ത് ചെയ്യുക? പറയാം. അങ്ങനെ നിങ്ങൾ പറയുകയും ചെയ്യരുത്. അയുഹിബ്ബു അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? അയുഹിബ്ബു, ആര ഉണ്ടോ എന്നാണ്. അയ്യക്കുല, ഭക്ഷിക്കൽ. അന്നും ഒരു മുദാരി വരുമ്പോൾ മസ്തറിൻ്റെ മാന കിട്ടുക. അയ്യക്കുല, ഭക്ഷിക്കൽ. ലഹ്മ അഖീഹി, തൻ്റെ സഹോദരൻ്റെ മാംസം. ലഹ്മ്, മാംസം. അതും മൈതൻ, മരിച്ചു കിടക്കുന്ന അവൻ്റെ ശവത്തിൽ നിന്ന് നിങ്ങൾ തിന്നുന്നത്, ഭക്ഷിക്കുന്നത്, മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ മാംസം ഭക്ഷിക്കാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോഴോ ഫകരിഹ്തുമൂഹു, എങ്കിൽ നിങ്ങൾ അതിനെ വെറുക്കുന്നു. അതെന്ന് പറഞ്ഞാൽ ആ മയ്യത്തിനെ, ആ ശവത്തെ തിന്ന് നിങ്ങൾ വെറുക്കുന്നു. അപ്പോൾ വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹു തവ്വാബുർ റഹീം, അള്ളാഹു ഏറെ കാരുണ്യവാനും തൗബ സ്വീകരിക്കുന്നവരുമാകുന്നു. ഇപ്പോൾ ഇവിടെ ചാരവൃത്തി നടത്തരുത്, ഊഹങ്ങൾ നിങ്ങൾ പറഞ്ഞുണ്ടാക്കരുത്, മറ്റുള്ളവരെ പറ്റി ഗീബത്ത് പറയരുത്. ഗീബത്ത് പറയുന്നത് പറഞ്ഞാൽ പ്രത്യേകം പറഞ്ഞാണ്, അത് മരിച്ചു കിടക്കുന്ന സഹോദരൻ്റെ പച്ചമാംസം ഭക്ഷിക്കുന്നതിന് തുല്യമാണ്. അത്രയും ഗുരുതരമായിട്ടാണ് അള്ളാഹു ഖുർആനിലൂടെ ഈ കാര്യം മനുഷ്യരെ, മാലോകരെ, പ്രത്യേകിച്ച് സത്യവിശ്വാസികൾ വിളിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത്. മഅനലായ യൻഹല്ലാഹുൽ മുഅ്മിനീന മിനൽ ഖിസാലി സയ്യിഅ, മോശവൃത്തിയിൽ നിന്ന് വിശ്വാസികൾ അള്ളാഹു തടുക്കുന്നു. ഖിസാല്, സ്വഭാവം, അസയ്യിഅ, ചീത്ത. അല്ലത്തി തുഅദ്ദി ഇലാ ഹദ്മി ഇർദിൻ വശഖ്സിയത്തി ശഖ്സിൻ ആഖർ, എങ്ങനത്തെ ചീത്ത കാര്യം? അത് എത്തിക്കും, തുഅദ്ദി ഇലാ, എന്തിലേക്ക്? ഹദ്മി, തകർച്ചയിലേക്ക്. ഇർദ്, അഭിമാനം. അതേപോലെ ശഖ്സിയ, വ്യക്തിത്വം. ആരുടെ? ശഖ്സിൽ ആഖർ, ശഖ്സിൻ ആഖർ, മറ്റൊരുത്തൻ്റെ വ്യക്തിത്വത്തെയും അഭിമാനത്തെയും തകർക്കുന്നതിലേക്ക് എത്തിക്കുന്ന എല്ലാ മോശപ്രവർത്തികളെയും അള്ളാഹു വിലക്കുന്നു. ഫയൻഹല്ലാഹു മിനൽ ലന്നി, അപ്പോൾ അത് എന്തൊക്കെ വിലക്കിയത്? ലന്ന് വിലക്കി, ഊഹം. ലിഅന്ന മുഅ്ളമൽ ലന്നി ഇസ്മുൻ, കാരണം അധിക ഊഹങ്ങൾ എന്തായിരിക്കും? അത് പാപമായിരിക്കും. യുഅദ്ദി ഇലാ ദുനൂനിൻ സയ്യിഅ അൻ ഫർദിൻ ആഖർ, അത് മറ്റൊരു വ്യക്തിയെപ്പറ്റി മോശം ചിന്തകളിലേക്കാണ് എത്തിക്കുക. അല്ലേ? മിക്കതും അതെന്താണ്? തെറ്റാണ്. നല്ല ചിന്തയാണെങ്കിലോ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഊഹിക്കുക എന്തിനാണ്? മോശപ്പെട്ടാണ്. വകദാലിക യൻഹല്ലാഹ്, അപ്രകാരം അള്ളാഹു വിലക്കി മിന തജസ്സുസി, ചാരവൃത്തി. ഐ അൽ അമൽ ലിമഅരിഫത്തി അസ്റാറിൽ ആഖരീൻ. ഇവിടെ തജസ്സുസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു അമൽ, ഒരു പ്രവൃത്തിയായിരിക്കും. ലിമഅരിഫ, അറിയാനുള്ള പ്രവൃത്തി. എന്തറിയാനുള്ള? അസ്റാറിൽ ആഖരീൻ, മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്രവൃത്തി. അങ്ങനത്തെ ചാരവൃത്തി അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. വയൻഹല്ലാഹു മിൻ ഖൗലിൽ ഗീബ, ഗീബത്ത് പറയലും അള്ളാഹു വിലക്കി. അൻ ശഖ്സിൻ ആഖർ, മറ്റൊരുത്തനെ പറ്റി. വഹുവ ലാ യുഹിബ്ബു ഹാദൽ ഖൗല അൻഹു, ഇങ്ങനെ അവനെപ്പറ്റി പറയണവന് ഇഷ്ടമില്ല. സവാഅൻ കാന ഫീ ഹുദൂരിഹി ഔ ഗൈബത്തിഹി, അതവൻ ഉണ്ടാകുമ്പോഴും ഇഷ്ടമല്ല, അവന് ഇല്ലാത്ത സമയത്തും ഇഷ്ടമല്ല. അങ്ങനത്തേതൊക്കെ ഗൈബത്താണ്, അത് പറ്റൂല. സുമ്മ യസ്അലുല്ലാഹു തആല ഇഷാറത്തൻ, പിന്നീട് അള്ളാഹു ഒരു സൂചന അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഇഷാറത്തൻ ഇലാ ഖദാറത്തിൽ ഗീബത്തി അനിൽ ആഖരീൻ, മറ്റുള്ളവരെ പറ്റി ഗീബത്ത് പറയുന്നതിൻ്റെ ചീത്ത അവസ്ഥ, അതിൻ്റെ മോശത്തരം, വഷളത്തരം എത്രത്തോളം ഉണ്ട് എന്ന് സൂചന തരാൻ വേണ്ടി അള്ളാഹു ചോദിക്കുകയാണ്. ഹൽ നുഹിബു, നമുക്കിഷ്ടമാണോ? അന്നകുല, ഭക്ഷിക്കൽ, നാം ഭക്ഷിക്കൽ. ലഹ്മൽ അഖി, തൻ്റെ സഹോദരൻ്റെ മാംസം, അതും ബഅദ വഫാത്തിഹി, അവൻ്റെ മരണശേഷം. ഇല്ല, ലാ നുഹിബു അക്ല ലഹ്മിഹി, അവൻ്റെ മാംസം ഭുജിക്കൽ നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ കദാലിക, പ്രകാരം അലൈന അന്നക്ര, അതുപോലെ നമ്മൾ നിർബന്ധമായി നാം വെറുക്കണം. അൽ ഗീബത്ത അൻഹു, അവനെപ്പറ്റി ദുഷിച്ചു പറയലും. അന്നഹു, കാരണം അത് മിസ്ല അക്ലി ലഹ്മിഹി, അവൻ്റെ മാംസം ഭുജിക്കുന്നതിന് തുല്യമാണ്. വലിദാ, അതുകൊണ്ട് തന്നെ ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വ ഇന്നല്ലാഹ തവ്വാബൻ ലിമൻ താബ്, തൗബ ചോദിക്കുന്നവർക്ക് അള്ളാഹു നന്നായി തൗബ കൊടുക്കുന്നവനാണ്, തൗബ സ്വീകരിക്കുന്നവനാണ്.
വറഹീമുൻ അളവറ്റ കാരുണ്യവാനാണ്, ലിമൻ യർജു റഹ്മതഹു അൽ വാസിഅ വിശാലമായ അവൻ്റെ റഹ്മത്തിനെ കൊതിക്കുന്നവർക്ക് അങ്ങേയറ്റം റഹ്മത്ത് നൽകുന്നവനാണ്. അള്ളാഹു നമുക്ക് അവൻ്റെ റഹ്മത്ത് ചൊരിയുമാറാകട്ടെ. അമീൻ. ലിമാദ അലൈന അൻ നജ്തനിബ കസീറ മിനൽ ളന്ന് എന്തുകൊണ്ടാണ് അധികം ലൊന്നും നാം വെടിയണമെന്ന് പറയുന്നത്? ബിമ ശബ്ബഹ അല്ലാഹു ഗീബത്തൽ ആഖരീൻ മറ്റുള്ളവരെ പറ്റി ഗീബത്ത് പറയരുത് എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെ അള്ളാഹു എന്തിനോടാണ് ഉദാഹരിച്ചത്, ഉപമിച്ചത്? ഉദ്കുർ ബഅദ മിൻ അസ്മാഇല്ലാഹി തആല അല്ലതി വറദത് ഫി ഹാദിഹിൽ ആയ ഈ ആയത്തിൽ വന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ ചില പേരുകൾ പരാമർശിക്കുക. മാഹിയൽ ഖിസാലു സയ്യിഅ എന്താണ് ചീത്ത സ്വഭാവം? അല്ലത്തി തമ്മ നഹ്യുഹു ബിഹാദിഹിൽ ആയ ഈ ആയത്തിൽ അള്ളാഹു വിലക്കിയിട്ടുള്ള ചീത്ത സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? അടുത്ത ആയത്ത് 13ാമത്തെ വചനമാണ്. യാ അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും നിശ്ചയം നാം നിങ്ങളെ സൃഷ്ടിച്ചു, മിൻ ദക്കരിൻ വ ഉൻസ ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും, വജഅൽനാകും നാം നിങ്ങളെ ആക്കുകയും ചെയ്തു, ശുഊബൻ വ ഖബായില ജനവിഭാഗങ്ങളും ഗോത്രങ്ങളും. ഷഅബ് ജംഅ് ശുഊബ്, ഖബീലത്തുൻ ജംഅ് ഖബായിൽ നിങ്ങളെ ഗോത്രങ്ങളും ജനവിഭാഗങ്ങളുമാക്കുകയും ചെയ്തു. അതൊക്കെ എന്തിനാ? ലിതആറഫൂ നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇന്ന അക്രമക്കും നിശ്ചയം നിങ്ങളിൽ ഏറ്റവും ആദരണീയർ ഇൻദല്ലാഹ് അള്ളാഹുവിൻ്റെ അടുക്കൽ, അത്ഖാക്കും നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവരാണ്. ഇന്നല്ലാഹ നിശ്ചയം അള്ളാഹു അലീമുൻ എല്ലാം അറിയുന്നവനും ഖബീറുൻ സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. യഖൂലു അല്ലാഹു സുബ്ഹാനഹു വ തആല ഫീ ഹാദിഹിൽ ആയ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അൻ മബ്ദഇൻ ആമിൻ വറഅ ഖൽഖിൽ ഇൻസാൻ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ പിറകിലുള്ള പൊതുതത്വം. മബ്ദ ആം പൊതുതത്വം, വറാ പിറകിലുള്ള ഖൽഖിൽ ഇൻസാൻ ഹുവ അതെന്താ? അന്നഹു സുബ്ഹാനഹു വ തആല ഖലഖൽ ഇൻസാന മിൻ ദക്കരിൻ വ ഉൻസ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാണിൽ നിന്നൊരു പെണ്ണിൽ നിന്നുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. സുമ്മ ജഅലഹും ശുഊബ പിന്നെ മനുഷ്യനെ അല്ലാഹു ആക്കി ജനവിഭാഗമാക്കി. എങ്ങനത്തെ? മുഖ്തലിഫ വ്യത്യസ്തരായ, വ ഖബായില ഗോത്രങ്ങളാക്കി, മുഖ്തലിഫ വ്യത്യസ്തരായ. വദാലിക ലൈസ ലിൽ ഇഫ്തിഖാരി വലാ ലിൽ ഇഹ്തിഖാരി അങ്ങനെ ഗോത്രങ്ങളും ഉപഗോത്രങ്ങളും അല്ലെങ്കിൽ ജനവിഭാഗങ്ങളും സമൂഹങ്ങളും കൂട്ടങ്ങളൊക്കെ അള്ളാഹു ആക്കിയത് അത് ലൈസ അല്ല, ലിൽ ഇഫ്തിഖാരി പെരുമ നടിക്കാൻ വേണ്ടിയിട്ടല്ല, വലാ ലിൽ ഇഹ്തിഖാരി പരിഹസിക്കാനോ നിന്ദിക്കാനോ വേണ്ടിയിട്ടും അല്ല, ബൽ എന്നാൽ ലിതആറുഫിൽ ഇൻസാനി മനുഷ്യൻ തിരിച്ചറിയാനാണ്. ഷഖ്സൻ മിൻ ഷഖ്സിൻ ആഖർ ഒരാൾ വേറൊരാളിൽ നിന്ന് അഡ്രസ്സ് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഗോത്രോ വിഭാഗം ജനങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെ തിരിച്ചറിയപ്പെടാൻ. വലാകിൻ അൽ ഖറാമ അൽ ബാലിഗ ഇൻദല്ലാഹ് എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ലഭ്യമാകുന്ന ഉന്നതമായ ആദരവും ബഹുമാനവും ആർക്കാ കിട്ടുക? ഹുവ അത് ലിൽ ഇൻസാൻ എല്ലാ മനുഷ്യർക്കും കിട്ടും. എങ്ങനത്തെ മനുഷ്യൻ? അല്ലദി ഹുവ അത്തഖ ഏറ്റവും തഖ്വയുള്ളവൻ അല്ലേ? അത് തഖ്വയുള്ള മനുഷ്യൻ അവൻ കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ വലിയവനാകട്ടെ ചെറിയവനാകട്ടെ അടിമയാകട്ടെ ഉടമയാകട്ടെ പണക്കാരനാകട്ടെ പണിക്കാരനാകട്ടെ യജമാനനാകട്ടെ വേലക്കാരനാവട്ടെ രാജാവാകട്ടെ പ്രജയാകട്ടെ അറബിയാകട്ടെ അനറബിയാകട്ടെ ഏത് സ്വദേശിയാകട്ടെ വിദേശിയാകട്ടെ ആരും ആവട്ടെ ആണാവട്ടെ പെണ്ണാവട്ടെ ഇൻസാൻ അല്ലദി ഹുവ അത്ഖ ഏറ്റവും തഖ്വയുള്ള മനുഷ്യനാരാണോ അവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനവും ആദരവും ബഹുമാനമൊക്കെ ഉണ്ടാവുക. വല്ലാഹു അലീമുൻ അള്ളാഹു എല്ലാം അറിയുന്നവനും വ ഖബീറുൻ സൂക്ഷ്മജ്ഞാനിയുമാണ് അൻ ജമീഇ അഹ്വാലിൽ ഇൻസാൻ മനുഷ്യൻ്റെ മുഴുവൻ അവസ്ഥകളെപ്പറ്റിയും. മിമ്മ ഖലഖല്ലാഹുൽ ഇൻസാൻ എന്തിനാണ് അള്ളാഹു മനുഷ്യൻ സൃഷ്ടിച്ചത്? ലിമാദ ജഅലല്ലാഹുൽ ഇൻസാന ശുഊബൻ വ ഖബായില എന്തിനാണ് മനുഷ്യൻ അള്ളാഹു ഗോത്രങ്ങളും ജനവിഭാഗവുമാക്കിയത്? മൻ ഹുവൽ അക്രമു ഇൻദല്ലാഹ് ആരായിരിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയർ? നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഖുർആനുൽ കരീം വിശുദ്ധ ഖുർആൻ വഹദൽ ലഹജാത്തിൽ അറബിയൽ മുഖ്തലിഫ വ്യത്യസ്ത അറബി ലഹജകളെ ശൈലികളെ ഏകീകരിച്ചു. അലാ ലഹജത്തി ഖുറൈശി ഭാഷാ ശൈലിയിൽ. വഹബൽ ഖുർആനുൽ അറബിയ അറബി ഭാഷ ഖുർആൻ നൽകിയിട്ടുണ്ട്. അദീദം മിനൽ അസാലീബ് ധാരാളം ശൈലികൾ. വൽ മുഫ്രദാത്തിൽ ജദീദ പുതിയ പല പദങ്ങളും വൊക്കാബുലറിയും. അസ്സുവറുൽ മക്കിയ മക്കിയായ സൂറത്ത് അതെന്താ പറയുക? അസ്സുവറുൽ ലത്തി നസലത്ത് ഖബ്ല ഹിജ്റത്തിൻ നബവിയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്ക് മുമ്പിറങ്ങിയ അവതരിച്ച സൂറത്തുകൾക്ക്. അസ്സുവറുൽ മദനിയ മദനിയായ സൂറത്തുകൾ അത് അതിനാ പറയുക അസ്സുവറുൽ ലത്തി നസലത്ത് ബഅദൽ ഹിജ്റത്തിൻ നബവിയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്ക് ശേഷം ഇറങ്ങിയ സൂറത്തുകൾ. സൂറത്തുൽ ഹുജറാത്ത് നമ്മൾ പഠിച്ചു. സൂറത്തുൽ അഖ്ലാഖ് വൽ ആദാബ് എന്നതിന് വേറെ പേരുണ്ടെന്ന് പരാമർശിക്കപ്പെട്ടു. അൽ ഖിസാലുൽ മഅ്മൂറ ഇവിടെ അള്ളാഹു കൽപ്പിച്ചാൽ ഈ കൽപ്പിക്കപ്പെട്ട സ്വഭാവ ഗുണങ്ങൾ ഒന്ന് ഇസ്ലാഹുൻ ദാത്തിൽ ബൈൻ അകൽച്ചയുള്ളവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക. അൽ ഖിസ്തു വൽ അദിൽ നീതി
യുക്തമായിട്ട് പെരുമാറുക. അൽ ഉഖ്വ സാഹോദര്യം മുറുകെ പിടിക്കുക. തഖ്വല്ല അള്ളാഹുവിനെ സൂക്ഷിക്കുക. അൽ ഉഖ്വ വതഖ്വല്ല തജ്ലിബാനി റഹ്മത്തല്ലാഹ്. ഈ രണ്ട് സാധനവും ഉഖ്വത്ത് സാഹോദര്യവും തഖ്വല്ലയും അള്ളാഹുവിൻ്റെ സൂക്ഷ്മതയും അവ രണ്ടും തജ്ലിബാനി രണ്ടും വലിച്ചു കൊണ്ടുവരും, വഹിച്ചു കൊണ്ടുവരും അള്ളാഹിൻ്റെ റഹ്മത്തിന്. ഇനി അൽ ഹിസാലുൽ മൻഹിയ അൻഹ, നഹ എന്ന് പറയാം, മൻഹിയ അൻഹ വിലക്കപ്പെട്ട സ്വഭാവ ദൂഷ്യങ്ങൾ അല്ലെങ്കിൽ ദുസ്വഭാവങ്ങൾ ഏതൊക്കെ? അസുഖ്രിയ വല്ലംസ്, ഒന്ന് പരിഹസിക്കുക, കുത്തി പറയുക. അത്തനാബുസ് ബിൽ അൽഖാബ്, ഇരട്ടപ്പേരുകൾ, പരിഹാസപ്പേരുകൾ വിളിക്കുക. സൂഖുൽ ബിൽ ആഖരീൻ, മറ്റുള്ളവരെ പറ്റി മോശം വിചാരം വെച്ച് പുലർത്തുക. അത്തജസ്സുസ്, മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അറിയാനുള്ള ശ്രമം നടത്തുക, ആ നിലക്ക് ജാസൂസിൻ്റെ പണിയെടുക്കുക, ചാരവൃത്തി നടത്തുക. അൽ ഗൈബ, ഗീബത്ത് പറയൽ. മറ്റൊരു കാര്യം പഠിച്ച മിഅ്യാറുൽ കറാമ അൽ ഇലാഹിയ അൽ വഹീദ് ഹുവ തഖ്വല്ലാഹ്. അള്ളാഹുവിൻ്റെ ആദരവും കറാമത്തും ലഭിക്കാൻ ഏക മാർഗ്ഗമാണുള്ളത് അത് അള്ളാഹുവിനെ സൂക്ഷ്മത പാലിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇന്ന കുടുംബമായി, ഇന്ന കുടുംബത്തിലേക്ക് ചേർന്നു, ഇന്ന പാരമ്പര്യമുണ്ട്, ഇന്ന തറവാട്ടുകാരാണ്, പണക്കാരാണ്, ഖുറൈശിയാണ്, അതൊന്നും എന്തല്ല അള്ളാഹിൻ്റെ അടുക്കൽ കറാമത്തിനുള്ള മാനദണ്ഡമല്ല, അത് തഖ്വല്ല മാത്രമാണെന്നാണ് ആയത്തിലൂടെ പരാമർശിക്കുന്നത്. ഇനി ഇവിടെ ചോദ്യങ്ങൾ. മല്ലദി വഹദ ലഹജാത്തിൽ അറബിയൽ മുഖ്തലിഫ് അല ലഹജത്തിൽ ഖുറൈഷ്. എന്താണ് ഖുറൈശി ലഹജയിൽ വ്യത്യസ്ത അറബി ലഹജകളെ ക്രോഡീകരിച്ച സംഗതി, അല്ലെങ്കിൽ അവരെ ഐക്യത്തിലെത്തിച്ച കാര്യം? ബിമൻ ഉസമ്മി സൂറ അല്ലത്തി നസലത്ത് ഖബ്ല അൽ ഹിജ്റ നബവിയ്യ, നബിയുടെ ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയ സൂറത്തുകൾക്ക് എന്തു പേര് പറയും? മാഹിയൽ കുതുബു സമാവിയ അൽ അർബഅ, 4 ദൈവിക ഗ്രന്ഥങ്ങൾ ഏതൊക്കെ? അൽ കുതുബു സമാവിയ ദൈവിക ഗ്രന്ഥങ്ങൾ. സൂറത്തുൽ ഹുജറാത്ത് സൂറത്തുൽ മക്കിയ അം മദനിയ, ഹുജറാത്ത് മക്കിയാണോ മദനിയാണോ? മാഹുൽ വസ്ഫുല്ലദി തഅരിഫു ബിഹി സൂറത്തുൽ ഹുജറാത്ത്, സൂറത്തുൽ ഹുജറാത്ത് അറിയപ്പെടുന്ന മറ്റൊരു വിശേഷണം എന്താണ്? ബിമാദ അമർന അൻ നഫ്അല ഇദഖ്തല ത്വായിഫതാൻ, 2 വിഭാഗം ഏറ്റുമുട്ടുന്നത് കണ്ടാൽ എന്തു ചെയ്യണമെന്നാണ് നമ്മളോട് കൽപ്പിച്ചത്? ഉസ്കുർ ബഅദ മിനൽ ഖിസാൽ അൽ മൻഹിയ അൻഹാ ഫി സൂറത്തുൽ ഹുജറാത്ത്. സൂറത്തുൽ ഹുജറാത്തിൽ വിലക്കപ്പെട്ട ദുസ്വഭാവങ്ങളിൽ ചിലത് പരാമർശിക്കുക. ലിമാദ ജഅല അല്ലാഹു അന്നാസ ശുഊബൻ വഖബായില, എന്തിനാണ് അള്ളാഹു ജനങ്ങളെ സമൂഹങ്ങളും ഗോത്രങ്ങളുമാക്കിയത്? മൻ ഹുവ അക്റമുൻ നാസി ഇൻദല്ലാഹ്, അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയരായ ആരാണ്? മാഹിയൽ ഹസ്ല അല്ലത്തി ശബ്ബഹഹ അൽ ഖുർആൻ ബിഅക്ലി ലഹ്മി അഖീഹി മൈതൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ മരിച്ചു കിടക്കുന്ന സഹോദരനെ അവൻ്റെ മാംസം ഭുജിക്കുന്നത് ഏത് കാര്യത്തോടാണ് ഉദാഹരിച്ചു പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ അതിൻ്റെ ആൻസറുകൾ അവിടെ നൽകിയിട്ടുണ്ട്, നമ്മളത് വായിച്ചു നോക്കുക. ഇതോടുകൂടെ ഈ യൂണിറ്റ് ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് യൂണിറ്റ് 2 മറ്റൊരിക്കലും സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.